നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ശ്രദ്ധ എന്ന നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും അവർക്ക് സപ്പോർട്ടും അവര് ധൈര്യം കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുന്ന ശ്രദ്ധ എന്ന ഗ്രൂപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് നടത്തുകയാണ്. അതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം പുറകെ വരുന്ന ആളുകൾ സംസാരിക്കും. ഞാൻ ഒരു മോഡറേറ്റർ എന്ന നിലയിൽ 1-2 കാര്യങ്ങൾ പറയാണ്. എല്ലാവരും തന്നെ മൈക്ക് കയറി കഴിയുമ്പോൾ മ്യൂട്ട് ചെയ്യുക. ഇപ്പൊ തൽക്കാലം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ളപ്പോൾ മാത്രം അത് അൺമ്യൂട്ട് ചെയ്തിട്ട് കയറുക. നമ്മള് മീറ്റിംഗിന്റെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ദേവൻ സാറിന്റെ നമ്മുടെ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റില് ഒരു 10-20-25 മിനിറ്റ് നേരം നീളുന്ന ഒരു പ്രഭാഷണമാണ്. അതിനുശേഷം വീണ്ടും 1-2 ആശംസകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം അതിന് ഉത്തരങ്ങൾ നൽകും. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റിന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഗ്രൂപ്പിൽ ഇപ്പം കയറിയിട്ടുണ്ടാവും. അവർക്കും എന്തെങ്കിലും പെട്ടെന്നുള്ള സംശയങ്ങൾ ഇപ്പം നേരിട്ട് പരസ്പരം ചോദിക്കാനുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ 1-2 പേർക്ക് ചോദിക്കാം. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് അത്യാവശ്യം വേണ്ട 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ. ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന മീറ്റിംഗ്. മീറ്റിംഗിന്റെ ചടങ്ങുകളിലേക്ക് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ അധ്യക്ഷൻ നമ്മുടെ ചെയർമാൻ മാത്യു ഫിലിപ്പിനെ അധ്യക്ഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം മീറ്റിംഗിന്റെ മറ്റു ചടങ്ങുകളിലേക്ക് കിടക്കും. ചെയർമാൻ. ചെയർമാൻ ഒരു കാര്യം ചെയ്യും, ആ വീഡിയോ ഒന്ന് ഓഫ് ആയിട്ട് സംസാരിക്കും. കാരണം ക്ലിയർ അല്ല. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു പോകും. നമ്മുടെ മീറ്റിംഗിന്റെ അടുത്ത അജണ്ടയിലേക്ക് കിടക്കാം. സ്വാഗത പ്രസംഗം. ഈശ്വര പ്രാർത്ഥന ആദ്യം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ സുരേഷ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന കൂടുന്ന മാതൃകാ സംഘടനയാണിത്. മാതൃകാ സംഘടനയാണിത്. മീറ്റിംഗിന്റെ അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. അധ്യക്ഷൻ ഇനി അടുത്ത കാര്യങ്ങൾ അവതരിപ്പിക്കും. സ്വാഗത പ്രസംഗം. സെക്രട്ടറി സ്വാഗത പ്രസംഗം. താങ്ക് യു സുരേഷ് ബാബു. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ മാത്യു ഫിലിപ്പ്, ഇന്നത്തെ ഈ മീറ്റിംഗിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാം ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ദേവൻ കെ മേനോൻ. അദ്ദേഹം ഒരു സബ് ജഡ്ജാണ്, ഒപ്പം ലീഗൽ സർവീസസ് അതോറിറ്റി അതിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും കൂടിയാണ്.
അതുപോലെ തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റ് ലിഫോക്കിന്റെ സംസ്ഥാന ഭാരവാഹികളെ, ലിഫോക്കിന്റെ അംഗങ്ങളെ, ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സങ്കീർണമായ ഒരു സർജറി ചെയ്യുവാനായി ഡേറ്റും ഫിക്സ് ചെയ്ത് അതിനെ കാത്തിരിക്കുന്ന ഏതാനും പേഷ്യൻസ്, അവരുടെ ബന്ധുക്കളൊക്കെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങള് കൂടി സൂചിപ്പിക്കട്ടെ. ഈ മുഖ്യാതിഥിയും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളുടെ ഒരു സംഘടനയാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. അപ്പൊ ഞങ്ങള് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ്, അപ്പൊ ഈ കരൾ രോഗം വന്ന് മൂർച്ഛിച്ച് നമ്മള് ജീവിതവും മരണവും മുന്നിൽ കാണുന്ന കുറെ സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് കരൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം, അത് ശരിക്കും നമ്മൾ ശരിക്കും മരിക്കുന്നതിന് തുല്യമാണ് ഏകദേശം. എന്തൊക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്ത് ചെയ്യും ഇനി, ഇത് എങ്ങനെ ഇത് ചെയ്യും. നമ്മളൊക്കെ സിനിമയിലും ഒക്കെ ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ചുള്ള പരിചയമുള്ളൂ, കരട് മാറ്റി വെക്കുക എന്നൊക്കെ പറയുമ്പോ. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് സംശയങ്ങളും, നമുക്ക് ചിലപ്പം ഇത് പല കാര്യങ്ങളാണ്. ഈ കരട് എങ്ങനെ കിട്ടും, പൈസ എങ്ങനെ ഉണ്ടാക്കും, ഇത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു 100,000 സംശയങ്ങളുടെ ഇടയിൽ കൂടെ കഴിഞ്ഞു പോയ ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഒക്കെ നമ്മൾ ആലോചിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ജീവൻ തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവം നമുക്ക് അതിനുള്ള അവസരം തരുവാണെങ്കിൽ ചെയ്യണം എന്ന് അന്ന് മനസ്സിലെടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ 2018 എൻ്റെ ഈ സർജറി കഴിഞ്ഞത്. സർജറി കഴിഞ്ഞെങ്കിലും അടുത്ത ഒരു വർഷം എനിക്ക് ചെറിയ പല ഡിഫറെന്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം 2019 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുവിധം ഓക്കെ ആയി. ഞാനിപ്പോ ഇന്ന് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാനൊരു ആരോഗ്യവാനായിട്ടിരിക്കുന്നു. സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ 6ാമത്തെ മാസം മുതൽ ഞാൻ സംഘടനയുടെ ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. അന്ന് എന്നെ ജില്ലാ സെക്രട്ടറി ആക്കി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആക്കിയതിനു ശേഷം സെക്രട്ടറി ആയി, പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു, ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി വരെ ആയി. അപ്പൊ ഞാൻ ഇത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അധികവും ഈ കരട് മാറ്റിവെച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഇതുവരെ ഊന്നൽ നൽകി പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോ നമുക്ക് അത് ഇതിനേക്കാൾ ഉപരി കരട് മാറ്റിവെച്ച ആളുകളുടെ വെൽഫെയറിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് കരട് മാറ്റിവെക്കാതെ ഗുരുതരമായ ഈ അസുഖം ബാധിച്ച് ഇതിനു വേണ്ടിയിട്ട് കാത്തു കിടക്കുന്ന ആ രോഗികൾക്കാണ് എന്നുള്ള ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. നമുക്ക് നമുക്ക് ഇപ്പൊ ചെയ്യാവുന്ന ഒരാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതോ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉള്ള ചില അറിവുകൾ, നമുക്കുള്ള ചില അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, അത് നമുക്ക് ഒരു പക്ഷെ ആ സമയത്ത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ശരിക്കും അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളെങ്കിലും ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മാസങ്ങളോളം ഞാൻ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഒരാളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ എനിക്ക് തന്നുമില്ല. അപ്പൊ അന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ വിഷമം. അപ്പൊ ആ ഒരു കാര്യം ഇതുപോലെ ഇപ്പൊ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ കരട് മാറ്റി വെച്ച ഓരോ ആളുകൾക്കും ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം കരട് മാറ്റി വെച്ച ആളുകൾ എല്ലാവരും ഈ അനുഭവത്തിൽ കൂടെ കടന്നു വന്നവരാ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ആരംഭിക്കാൻ ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങി.
ഇന്നിപ്പോ ഒരുപാട് ആളുകൾ 10-20 പേര് അതിനകത്ത് ആഡായി, ഇനിയും ധാരാളം ആളുകൾ ഇതിനകത്ത് ആഡായിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ നമ്മുടെ ഉള്ള അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അത് അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ തോന്നി. അപ്പൊ എന്നാ ശരി, സംഘടനയുടെ അതിന്റെ ഒരു ഉദ്ഘാടനം, കാരണം നമുക്കിത് ഒരുപാട് ജനങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കാനുണ്ട്. കാരണം നിരവധിയായ ആളുകൾ ഇപ്പോൾ പഴയ ഹോസ്പിറ്റലുകളിലായിട്ടും ഒക്കെ ഉണ്ട്, നമുക്കറിയില്ല അവരെ. അപ്പൊ അവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. അപ്പൊ അതിനും കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് കുറച്ച് വിപുലമായിട്ട് സംഘടിപ്പിക്കുന്നത്. കാര്യം ഇത് നിങ്ങൾ ഓരോരുത്തർക്കും, എനിക്കറിയാം നമ്മുടെ കരട് മാറ്റിവെച്ച മെമ്പേഴ്സ് പല സ്ഥലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാ. നിങ്ങളുടെ ഒക്കെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ഒക്കെ ഉള്ള ആളുകൾ ഇതുപോലെ ഒരു അസുഖം വന്നു കഴിയുമ്പം തീർച്ചയായും നിങ്ങൾ അന്വേഷിച്ചു വരും. അങ്ങനെ അന്വേഷിച്ചു വരുന്ന ആളുകളെ അവരോട് തീർച്ചയായും നിങ്ങൾ പറയും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, ആ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കൂടി ഈ സംഘടന ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഞാൻ പറഞ്ഞ് ആഡ് ചെയ്യിപ്പിക്കാം എന്ന് ഒരു ഓഫർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ആ ആൾക്ക് അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ ഒരു വലിയ സംഖ്യ സംഭാവന കൊടുക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ വലുതായിരിക്കും അങ്ങനെ ഒരു കാര്യം. അപ്പൊ ഒരു നല്ലൊരു പ്രചരണം കൂടി നമുക്ക് ഇത് ആവശ്യമുണ്ട്. പ്രചരണം എന്ന് പറയുന്നത് നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണമല്ല, ശരിക്കും ഇതിന് അർഹതപ്പെട്ട ആളുകളിൽ ഈ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ള കാര്യത്തിലുള്ള പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ മീറ്റിംഗിൽ കൃത്യസമയത്ത് പങ്കെടുത്ത എല്ലാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മാത്യു ഫിലിപ്പ്, അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, കോട്ടയം സ്വദേശം. അതുപോലെ ഇന്ന് ഈ ശ്രദ്ധാ ഗ്രൂപ്പിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ നാരായണൻ സാറ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ വിശിഷ്ടാതിഥിയായി ഞാൻ ആദ്യം പറഞ്ഞു ശ്രീ ദേവൻ, അദ്ദേഹം നമ്മുടെ എറണാകുളം ജില്ലയില് ഇവിടെ അടുത്ത് കാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ഒരുപാട് ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായ ശ്രീ ദേവൻ സാറ് ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് ആരെ എന്നിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന, ഞാനൊരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഒരു പടം കണ്ടപ്പോഴാണ് പെട്ടെന്ന് എന്തുകൊണ്ട് ഞാൻ ദേവൻ സാറിനെ ഒന്ന് വിളിച്ചുകൂടാ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായും. അങ്ങനെ പെട്ടെന്നൊരു വിചാരം വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഞാൻ കോൺടാക്ട് ചെയ്ത് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്നും ഒപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഡ്വക്കേറ്റും ഞാനൊരു ജഡ്ജുമാണ്, എനിക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരും ഈ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നിയമസഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോ അതിന്റെ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഏജൻസി, അതിന്റെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയും കൂടി വേണമെങ്കിൽ 2 വാക്ക് സംസാരിക്കാം എന്ന് അദ്ദേഹം ഇങ്ങോട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പൊ തീർച്ചയായും അപ്പൊ നമുക്ക് പല ആളുകൾക്കും ഇപ്പൊ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ എന്നല്ല, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് പോലും നമുക്ക് പല കാലത്തിലുള്ള നിയമസഹായങ്ങൾ അതിനുള്ള ഈ ലീഗൽ സർവീസസ് അതോറിറ്റി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവരുടെ സേവനങ്ങൾ, എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് ലിവർ ഫൗണ്ടേഷന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ചേർന്നിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എന്ന് ഏറ്റിട്ടുള്ള അഡ്വക്കേറ്റ് ടീച്ചർ അബ്രഹാം സാറ്, അതുപോലെ തന്നെ മിസ്റ്റർ ബിനു നായർ, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഫാദർ ലിജു താമരക്കുടി, മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ ശ്രീ എം രാജേഷ് കുമാർ, നമ്മുടെ ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ശ്രീകുമാർ ആൻഡ് ദിലീപ് ഖാദി, നമ്മുടെ സ്റ്റേറ്റ് ലൈസണിംഗ് ഓഫീസർ ശ്രീ ഡി ഭുവനേന്ദ്രൻ സാർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ മോഹനേന്ദ്രൻ സാർ, ഇവരെല്ലാവരും ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഇവരെല്ലാവരെയും, പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ലിഫോക്കിന്റെ എല്ലാ അംഗങ്ങളെയും, സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പേഷ്യൻസ്, അവരുടെ ബന്ധുക്കൾ, എല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി ശ്രീ AS നാരായണൻ നായർ, നമ്മുടെ റിഫോക്കിന്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹം ഈ ശ്രദ്ധ എന്ന ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നമ്മളിപ്പോൾ റിഫോക്ക് എന്ന സംഘടന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും വളരെ ബ്രീഫായിട്ട് ഒരു വിവരണം തരുന്നതാണ്. നമുക്കത് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട ലോക അധ്യക്ഷൻ ലിഫോക്കിന്റെ ചെയർമാൻ ശ്രീ മാത്യു ഫിലിപ്പ്, നമ്മുടെ ഈ ശ്രദ്ധ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ സബ് ജഡ്ജ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസിന്റെ ലീഗൽ അതോറിറ്റി സെക്രട്ടറിയുമായ ശ്രീ ദേവൻ കെ മേനോൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 2014 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ അന്നും ഇതിന് കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് തരാനായിട്ട് ഒരാളെ ഒന്നും കണ്ടുമുട്ടാൻ പറ്റിയില്ല. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ പോകുന്നു. എന്നെ പോലെ പ്രായമായിട്ടുള്ള ആളുകൾ, 68 വയസ്സ് ആയ ഒരാളാണ് ഞാൻ. പ്രായമായിട്ടുള്ള ആളുകൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നത് തന്നെ വലിയ കാരണമാണ്. എനിക്ക് 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ സംഘടനയുടെ നേതൃത്വത്തില് ശ്രദ്ധ എന്ന ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു രൂപം കൊള്ളാനുള്ള സാഹചര്യം കരൾ മാറ്റിവെച്ചവരുടെയും അവർക്ക് വേണ്ടി കരൾ ദാനം ചെയ്തവരുടെയും ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യം സംഘടന അത്ര നല്ല രീതിയിലല്ല പ്രവർത്തിച്ചിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ആളുകൾ കുറവായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അതിന് സാധിച്ചില്ല. പക്ഷെ പിന്നീട് സംഘടന ഉണർന്നു വന്നു, അതിൽ കൂടുതൽ അംഗങ്ങൾ വന്നു. ആ സമയം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അതിലൊരു പ്രധാന കാര്യം, ഏത് ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് സർജന്മാരാണെങ്കിലും അവിടുത്തെ ഹെപ്പറ്റോളജിസ്റ്റുമാരായും നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവരെ അത് അറിയിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായി. ഇപ്പോഴാണെങ്കിലും എല്ലാ പ്രാവശ്യവും നമ്മൾ റെഗുലറായിട്ട് ഓരോരോ ഡോക്ടേഴ്സിനെ കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പരസ്പരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. അതുകൊണ്ട് പലർക്കും അതിനെ പറ്റിയൊരു അവബോധം ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയാണെങ്കിലും ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയും നല്ല രീതിയിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് സമയാസമയങ്ങൾ കഴിക്കുകയും ചെയ്താൽ ഒരു സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഭയം വേണ്ട. തീർച്ചയായിട്ടും ഇപ്പോൾ ഗവൺമെന്റ് പറയുന്ന പോലെ ഭയം വേണ്ട, ജാഗ്രത മതി. സർജറി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. അതിന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആവശ്യത്തിന് വിശ്രമം എടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞാലും കൃത്യം സമയത്ത് നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തി ഡോക്ടറെ കണ്ട് നമ്മുടെ സംശയങ്ങൾ തീർക്കണം. സംഘടനാ തലത്തിൽ എന്ത് സഹായം വേണേലും നിങ്ങൾക്കെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ടും ഒരു മറുപടി. എന്നെ തന്നെ ഇവിടെ പല ആളുകളും പിന്നീട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവർക്കൊക്കെ ധൈര്യം കൊടുത്തിട്ടുണ്ട്. പല ആളുകളും നല്ല രീതിയിൽ ഇപ്പോഴും സർജറി കഴിഞ്ഞ് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ലിവറും കിഡ്നി ഒരുമിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളും നന്നായിട്ട് സുഖപ്രദമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ഭയപ്പാടും വേണ്ട. ഈ സംഘടന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ട ആളുകൾ സർജറി നടത്തുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തീർക്കണം. ഇന്ന് തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ നാളെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ വേണുഗോപാലിനെ കാണാൻ പോവുകയാണ്. ഹലോ കേൾക്കാവോ? ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോവുകയാണ്. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സംഘടനയിൽ ഈ ശ്രദ്ധ ഗ്രൂപ്പിൽ അംഗത്വം എടുക്കാനായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുഭവവും പറയുന്നതിനായിട്ട് ശ്രീ വിനു നായരുണ്ട്, ശ്രീ അഡ്വക്കേറ്റ് KJ അബ്രഹാം, എല്ലാവരും നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും
ഭയപ്പെടാതെ ധൈര്യമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മള് നമ്മളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ 2 അംഗങ്ങൾ അവരുടെ തുടക്കകാലത്ത് അവരുടെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളെ കുറിച്ചുള്ള ചെറിയതായിട്ട് അവർ വിവരിക്കുന്നു. അപ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ശ്രദ്ധ എന്ന ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീ ബിനു വി നായര് തന്റെ സർജറിയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം, ഞാൻ ബിനു. കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കാര്യം ഞാൻ യാത്രയിലായിരുന്നു. ഞാനിപ്പോൾ മൂന്നാറിലോട്ട് എത്തിയതേ ഉള്ളൂ. ഓടി വന്ന് ലോബിയിലോട്ട് എത്തിയേ ഉള്ളൂ. ക്ഷമിക്കണം, സൗണ്ട് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും. നല്ല മഴയുണ്ട് ഇവിടെ, അതുകൊണ്ടായിരിക്കാം. താങ്ക് യു വെരി മച്ച്. പിന്നെ എസ്പെഷ്യലി 1-2 കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിനകത്ത് 2014 അവസാനമാണ് എനിക്ക് ലിവറിൻ്റെ ഈ കംപ്ലൈൻറ്റ് അറിയുന്നതും. 2015 ജൂൺ 6-ാം തീയതിയാണ് എൻ്റെ സർജറി അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർ സുധീന്ദ്രനും ഡോക്ടർ ദിനേശിൻ്റെയും ബാക്കിയുള്ള ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ 2015 മെയ് മാസത്തിൽ ഞാൻ അവിടെ നാട്ടിൽ ഞാൻ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ലിവർ പിന്നെ സിറോസിസ് ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഉള്ള കുറേ നാൾ വൈകി കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് നടത്തിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ടൂറിസം മീഡിയയിലായതുകൊണ്ട് കുറേ യാത്രകളുള്ളതുകൊണ്ടും ഇത് വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജോണ്ടിസ് 5-ാമത്തെ പ്രാവശ്യമാണ് ജോണ്ടിസ് എനിക്ക് വരുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ജോണ്ടിസ് വരുന്നത്. അവിടുന്ന് പിന്നീട് റിക്കവർ ചെയ്ത് വരികയും പിന്നീട് ലൈഫ് സ്റ്റൈലിൻ്റെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും ഇൻക്ലൂഡിങ് ആൽക്കഹോൾ, അത് പലവിധ പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ഇത് റിക്കവർ ചെയ്ത് വന്ന് ഞാൻ അമൃതയിലെ ഡോക്ടർ സുധീന്ദ്രൻ എൻ്റെ പഴയ പരിചയക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ലിവർ കംപ്ലീറ്റ് ആയിട്ട് പോയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ വൈഫിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസാണ് മുമ്പേ ഉണ്ടായിരുന്നു. ഹിസ്റ്റമിയൊക്കെ കഴിഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ അത് കാരണം വൈഫിൻ്റെ എടുക്കാനായിട്ടൊരു സാങ്കേതിക തടസ്സമുള്ള കാരണം എനിക്ക് ആദ്യം തന്നെ ഞാൻ അന്ന് മീഡിയയിലായി, പിന്നെ എപ്പോഴും മീഡിയ തന്നെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലും ഒക്കെ എനിക്ക് കുറേ പേര് വെക്കാതെ സ്ക്രോൾ തരികയൊക്കെ ചെയ്തു. ഈവൻ അത് ലീഗലി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് പൂർണ്ണമായ അജ്ഞതയായിരുന്നു എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് അറിയാം, പ്രൊസീജിയർ അറിയാം, പക്ഷേ എങ്ങനെ ഒരു ഡോണറെ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ ചാനലുകളിൽ എനിക്ക് സ്ക്രോള് വന്നത് കാരണം, എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ചാനലുകളിൽ സ്ക്രോള് വന്നത് കാരണം കേരളത്തിൻ്റെ ഭാഗത്തുനിന്നല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ വളരെ പ്രായമുള്ളവർ തൊട്ട് 50 വയസ്സും 55 വയസ്സുള്ളവരെ വരെ വിളിച്ച് തരാൻ തയ്യാറാണ്. ലിവറാണോ കിഡ്നിയാണോ പോലും അറിയാതെ തന്നെ പല ആൾക്കാരും വിളിച്ച് തരാമെന്ന് പറയുന്നു. നമ്മൾ മൊത്തം കൺഫ്യൂഷനായി. അപ്പോൾ ഇതിൻ്റെ നിയമവശം ഞാൻ നോക്കിയപ്പോൾ വളരെ അപകടം പിടിച്ചൊരു നിയമമാണ്. അതായത് റെസിപ്പിയൻ്റ് ഒരു 7 വർഷത്തോളം അകത്തുപോയി കിടക്കുകയും ഡോണർ 4 വർഷത്തോളം, അങ്ങനെയുള്ള നിയമവശങ്ങൾ വളരെ, അതായത് ഒരു പിന്നെ ഇല്ലീഗലായിട്ട് നടക്കുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി. ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഒരു ലേഡി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് ലിവർ തരേണ്ടത്, എനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് തരുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഒരു ഡോണറെ കിട്ടേണ്ടത് എന്നുള്ളതോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ എന്താണെന്നുള്ള ഡോക്ടേഴ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളെ എനിക്ക് പരിചയവുമില്ല, ഒരാളുമായിട്ട് എനിക്കൊരു ഇൻട്രാക്ഷൻ നടത്താൻ പറ്റിയിട്ടുമില്ല. സോ നമ്മളുടെ അറിവ് വെച്ചിട്ടുള്ള പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു, ഡൽഹി എയിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ബോംബെയിലുള്ള ഡോക്ടേഴ്സോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ് എല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു, യു ഡു ദ ലിവർ ട്രാൻസ്പ്ലാന്റ്. സുധീന്ദ്രനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർജറി നടത്തിയിട്ടുള്ള ആളും. അപ്പോൾ അതുകൊണ്ട് അമൃതയിലാണ് ആൻഡ് വിത്ത് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാന്ന് പറയും. ഇത് മാത്രമാണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ളൊരു ഒരു ഐഡിയ. എനിക്കിതിനകത്തിപ്പം അന്ന് തൊട്ട് പിന്നെ പിന്നീട് 2015 ജൂൺ 6-ാം തീയതി എൻ്റെ സർജറി കഴിയുന്നു. എൻ്റെ വൈഫ് തന്നെ പിന്നീട് തരേണ്ടി വന്നു. എനിക്ക് ഒരു 5 ഡോണേഴ്സ് എനിക്ക് വന്നിരുന്നു, 5-6 ഡോണേഴ്സ് വന്നു. എല്ലാവരെയും വർക്കപ്പ് നടത്തി, പക്ഷേ എല്ലാവരും പിന്നെ വർക്കപ്പ് നടത്തിയപ്പോൾ അവർ ഫെയിലിയർ ആകുമായിരുന്നു. അപ്പോൾ അതെല്ലാം അത്രയും എക്സ്പെൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർക്കപ്പ് നടത്തുന്ന സമയത്തും എല്ലാം ഒരാൾക്ക് ഓൾമോസ്റ്റ് 75,000 റുപ്പീസോളം ചിലവ് വരുന്നുണ്ട്. അവരുടെ OP കാർഡ് എടുക്കുന്നിടം തൊട്ട് അവർ തിരിച്ച് അവരുടെ വീട്ടിലെത്തുന്നിടം വരെയുള്ള ചിലവ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു.
സോ ഫണ്ട് കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ വലിയ ഞാൻ ക്യാഷ് റിച്ച് ഒന്നും അല്ല. അപ്പോൾ എൻ്റെ പിന്നെ വൈഫിൻ്റെ വീട് വിൽക്കേണ്ടി വരുന്നു, എൻ്റെ ഒരു പ്ലോട്ട് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ. വൈഫ് ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് പിന്നെ വളരെ ശക്തമായ രീതിയിൽ ഫ്രണ്ട്സ് നിന്നു. കേരളത്തിൻ്റെ ടൂറിസം ഇൻഡസ്ട്രി ഒറ്റക്കെട്ടായിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ ആദ്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ ഫണ്ട് സ്വരൂപിച്ചു. ഇങ്ങനെയുള്ള പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും സുഹൃത്തുക്കൾ പറഞ്ഞ് ഫണ്ട് സ്വരൂപിച്ചു വന്നു. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ സേഫായി. പക്ഷെ അപ്പോഴും എൻ്റെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഡോണർ എന്നുള്ളതായിരുന്നു. അവസാനം നിരാശ കൊണ്ട് ഞാൻ കിടക്കുമ്പം എനിക്ക് 4 ദിവസം മാക്സിമം ലൈഫുള്ള എന്ന് ഡോക്ടർ എൻ്റെ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം, എൻ്റെ ഫ്രണ്ട് കൊണ്ടാണ് ഡോക്ടർ ദിനേശ് ബാല. ദിനേശ് എന്നോട് പോലും ചോദിക്കാതെ ഇവർ സ്വയം ഡിസിഷൻ എടുക്കുമായിരുന്നു. കാര്യം എൻ്റെ മോളെന്ന് 7th സ്റ്റാൻഡേർഡിലായിട്ടേ ഉള്ളൂ. അപ്പോൾ കുട്ടിയുടെ കാര്യം ഞങ്ങൾ രണ്ടുപേരും കിടപ്പായാലും എങ്ങനെയാണെന്ന് അറിയില്ല, വൈഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതെല്ലാം മാനസികമായിട്ടുള്ളൊരു വല്ലാത്തൊരു സംഘർഷത്തിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ വൈഫ് തന്നെ തീരുമാനം എടുത്ത് ഡോക്ടർ പറഞ്ഞു എയ്തർ 4 days അല്ലെങ്കിൽ യു ലീവ് ദ ഹോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ എൻ്റെ വൈഫ് ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ജൂൺ 6-ാം തീയതി സർജറി നടക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കിടപ്പാവുന്നു. പിന്നീട് ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്സ്, ലൈഫിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് വളരെ ഫാസ്റ്റായിരുന്നു. കാര്യം ഞാൻ ഒരു സെക്കൻഡ് പോലും ഒരു സ്ഥലത്ത് പോലും ഇതിനകത്തുള്ള പലർക്കും ബാബു ഗുരുള്ള പോലുള്ള അദ്ദേഹത്തിന് വരെ അറിയാവുന്നതാണ്. ഞാൻ ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാനൊരു 1.5 വർഷം കിടക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ ഓൾമോസ്റ്റ് 1 വർഷത്തോളം കിടപ്പായിരുന്നു. എൻ്റെ ഒരു വർക്ക് നേച്ചർ 92-ൽ തുടങ്ങിയ യാത്രയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ഒരാൾ ഒരു റൂമിനകത്ത് കിടക്കും എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് എൻ്റെ നിന്നുപോയ റീഡിങ് ഹാബിറ്റ്സ് ഞാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. അന്ന് എൻ്റെ അടുത്ത് ഞാൻ അമൃതയിൽ ഫസ്റ്റ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ വളരെ ഞാൻ 92 കിലോയുള്ള വ്യക്തി, ഞാൻ സർജറി ചെയ്യുമ്പോൾ എനിക്ക് 48 കിലോയേ ഉള്ളായിരുന്നു. 48 കിലോയായിട്ട് കുറഞ്ഞു. അവിടുന്ന് ഫസ്റ്റ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ജഗുസ്വാമിയുടെ പിന്നെ PR ആയിട്ടുള്ള എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരാളോടൊന്ന് സംസാരിക്കാമോ, സാറിൻ്റെ ഒരു ലൈഫ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്ന് സംസാരിക്കാം. ഞാൻ ചോദിച്ചു വൈ ഷുഡ് ഐ സ്പീക്ക് എന്ന് ചോദിച്ചു. അല്ലല്ല, ഒരു ധൈര്യം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു സെലിബ്രിറ്റിയാണ്, സലീം കുമാറിനെയാണ് എനിക്ക് അയാൾ ഡയൽ ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതുപോലെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാളുടെ അടുത്ത് ആദ്യം ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സലീം കുമാർ ചോദിച്ചു എന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാൾ എന്തിനാ പിന്നെ സർജറി ചെയ്യുന്നതെന്ന് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാനത് ഫോൺ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു മേലാൽ ഇങ്ങനെയുള്ളവരെ അടുത്ത് എനിക്ക് തരലെന്ന് പറഞ്ഞു. പക്ഷേ അമൃതയിൽ ഉണ്ടായിരുന്ന അന്നത്തെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ളവർ എൻ്റെ നമ്പർ ചോദിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. ടിൽ ടുഡേ 18 പേരെ ഞാൻ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. 18 പേരെ ഞാനും വൈഫും, ഞാൻ കൗൺസിലർ അല്ല, എൻ്റെ വൈഫ് പിന്നെ പ്രൊഫഷണലി കൗൺസിലറും കൂടാണ്. പക്ഷേ നമ്മുടെ ഒരു വാക്ക് കേൾക്കാനായിട്ടും നമുക്കന്നുണ്ടായ 2014-15 അനുഭവങ്ങൾ പറയുകയല്ല, ധൈര്യം കൊടുക്കാനായിട്ടും ഞാൻ ഇന്ന് എങ്ങനെയാണെന്നും അല്ലെ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ എൻ്റെ ഫോട്ടോസ് എങ്ങനെയാണെന്നും അതിന് മുമ്പുള്ള ഫോട്ടോ എങ്ങനെയായിരുന്നെന്നും എല്ലാം ഒരു ധൈര്യം കൊടുത്തു കഴിയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ സർജറിക്ക് മുമ്പേ മരിച്ചു പോയത്. കണ്ണൂരിലുള്ള ഒരാൾ, ഒരു KSRTC ഡ്രൈവറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൾ, എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്തത്, മകള് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സർജറിക്ക് പ്രിപ്പയർ ആവുന്നതിന് ചെക്കപ്പിന് വരുന്നതിന് മുമ്പായിട്ട് ഈ കുട്ടി ഒരു ദിവസം രാത്രി 11 മണിക്ക് വിളിച്ച് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് പേടിയാണ്, എൻ്റെ കൊച്ചു കുഞ്ഞാണ്, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, എനിക്ക് പേടി, അച്ഛനെ രക്ഷിക്കണം, പക്ഷേ എനിക്ക് ലിവർ കൊടുക്കാൻ പേടിയാണ്. അപ്പം ഞാനും വൈഫും കൂടെ കോൾ ഇട്ട് സംസാരിച്ച്, ഞാൻ അന്ന് ട്രാവലിംഗ് ആയിരുന്നു, കോൾ ഇട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ജന്മം തന്ന അച്ഛന് ലിവർ കൊടുക്കാൻ സാധിച്ചാൽ അതിൽ കൂടുതൽ എന്താണ്, തിരിച്ചൊരു ജന്മം തന്നെയല്ലേ കൊടുക്കുന്ന മകളായാലും എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കിത് മതി എന്ന് പറഞ്ഞു. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സർജറി കഴിഞ്ഞ്, കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് സർജറി കഴിഞ്ഞ് അവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അവരാണ് ലാസ്റ്റ് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ധൈര്യം നമ്മളുടെ ഈ സർജറി കഴിഞ്ഞവരുടെ നമ്മൾ ഇത്രയും ജീവിക്കുന്നു, ഞാൻ ഇന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തോടു കൂടി ഒരു ധൈര്യം, കുഴപ്പമില്ല. പക്ഷേ ഇതിലാരെങ്കിലും ആ പുതിയ മെമ്പേഴ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിലീവ് ഇൻ യുവർ ഡോക്ടർ. നിങ്ങൾ ആ ഡോക്ടറെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പലരും പലതരത്തിൽ പല ഡോക്ടേഴ്സിനെ കുറിച്ചും പലതും പറയും, അവരും മനുഷ്യരാണ്. പിന്നെ നിങ്ങളുടെ ശാരീരിക പ്രശ്നം വെച്ചിട്ട് ഇതൊരു വലിയൊരു പ്രോസസ്സുള്ളൊരു സർജറിയാണ്. സർജറികളിലെ ഏറ്റവും വലിയ സർജറികളിലൊന്നാണ്. 18 മണിക്കൂർ എടുക്കുന്നൊരു സർജറിയൊക്കെയാണത്. എമൗണ്ടും വളരെ കൂടുതലാണ്. ഇപ്പം സ്റ്റാൻഡർഡൈസ് ചെയ്തൊരു പിന്നെ പണ്ട് എല്ലാവരോടും ഒരു 18 ലക്ഷം രൂപ എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവന്നിരുന്നത് തന്നെ ഇപ്പോൾ വീണ്ടും അത് പലരും പല റേറ്റിലേക്ക് പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ വന്നപ്പോൾ പലരും പല റേറ്റിലേക്ക് പോകുന്നുണ്ട്. കമ്മോഡിറ്റീസിൻ്റെയും മെഡിസിൻസിൻ്റെ എല്ലാം വില കൂടിയിട്ടുണ്ട്. അത് കാരണം ഇവർ സർജറിക്ക് കൂട്ടുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ചാർജ് മാത്രം അവർ കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്,
നിങ്ങൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ആ ഡോക്ടറെ വിശ്വസിക്കുകയാണെങ്കിൽ കൃത്യമായ ബഡ്ജറ്റും കൃത്യമായ പ്ലാനിങ്ങും അവർ പറയുന്നതിൽ നിന്ന് ഒരു 3 ലക്ഷമോ 4 ലക്ഷം രൂപ കൂടുതൽ സ്വരൂപിച്ച് വെക്കേണ്ടി വരും. എന്തായാലും ചിലപ്പോൾ അത്ര ആവണമെന്നില്ല, ആവാത്തവരുമുണ്ട്. അത് സ്വരൂപിച്ച് വെച്ച് നിങ്ങൾ സ്വയം ധൈര്യം ഉണ്ടാവണം ഉള്ളിൽ. ഇതിനകത്ത് ഡോണേഴ്സായിട്ട് വരുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാനും കൂടെ പറയുന്നത്, നിങ്ങളൊരു ജന്മം കൊടുക്കുകയാണ്, ഒരാൾക്കൊരു ജന്മം. നിങ്ങളുടെ ജീവിത എന്താണ് ജന്മോദ്ദേശം തന്നെ അതായിരിക്കാം. ഭഗവാൻ കനിഞ്ഞു തരുന്ന, അല്ലെ ഈശ്വരൻ കനിഞ്ഞു തരുന്നൊരു ഒരു വലിയൊരു ഇതാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാതിരിക്കാം, അല്ലെ കുട്ടികളില്ലാത്തവരുണ്ടാവാം, പക്ഷെ നിങ്ങൾ ഒരാൾക്കൊരു പുതിയ ജീവൻ കൊടുക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. ഇതിലെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ആത്മധൈര്യം വിടരുത്. നമുക്ക് ജീവിക്കണം എന്നുള്ളത് ഞാനിപ്പം എൻ്റെ ഇതിനകത്ത് ഈ സംഘടനകളിൽ എല്ലാവർക്കും അറിയാം. ഞാൻ മെയ് 15-ാം തീയതി ഞാൻ ഇന്ന അമൃതയിൽ ICUലായിരുന്നു. പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ ആയിട്ട് ഞാൻ മരിച്ചു പോകും എന്ന് തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും വിശ്വസിച്ചിരുന്നതാണ്. എൻ്റെ മുമ്പിൽ വന്ന എൻ്റെ മകളാണ്. എൻ്റെ മകൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യും എൻ്റെ മോളും എൻ്റെ ഭാര്യ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ വന്നു. പകച്ചു നിന്നു. പക്ഷെ ആ പകച്ചു നിന്നു. ആ ICUയിൽ ഞാൻ കാണുന്നത് 4 പേഷ്യൻസ് അപ്പുറത്തും ഇപ്പുറത്തും 3 ദിവസത്തിൽ മരിക്കുന്നതാണ് കാണുന്നത്. അടുത്തത് എൻ്റെ ഊഴമാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അപ്പോഴെല്ലാം ആ ഒരു സ്വയം ധൈര്യം ഞാൻ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പം ജനറൽ മെഡിസിനിലെ ഡോക്ടർ ആനൻ്റെ അടുത്ത് പറഞ്ഞത്, വി നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് യു വിൽ കം ബാക്ക് എന്ന് പറഞ്ഞു. ആ ധൈര്യം വേണം. നിങ്ങൾ സർജറിക്ക് പ്രിപ്പയർ ആകുന്നതിന് മുമ്പ് ആ ധൈര്യം വേണം. സ്വയം വിശ്വസിക്കുക, വി വിൽ കം ബാക്ക്. ഇതൊരു മൈനർ സർജറി എന്നുള്ള സ്വയം പറഞ്ഞ് ധരിപ്പിക്കുക. അതിനുശേഷം പോസ്റ്റ് സർജറി പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കുക. പ്രോപ്പറായിട്ട് ദൈവത്തെ ഓർത്ത് മറ്റുള്ള നിങ്ങൾ ഓൾറെഡി ഒരു മോഡേൺ മെഡിസിൻ്റെ കീഴിലാണ് നിങ്ങൾ ഈ സർജറിക്ക് പോകുന്നത്. പിന്നീട് പലരും എൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾക്ക് ആ സർജറി പിന്നെ ആയുർവേദത്തിൽ ഇതുണ്ട്, ഹോമിയോയിൽ ഇതുണ്ട്, മറ്റേതിലുണ്ടെന്ന്. പക്ഷേ ആയുർവേദമോ ഹോമിയോ ഒന്നും ഞാൻ പിന്നെ ഒന്നിനും യുനാനിയോ ഒന്നും ഞാൻ മോശമായിട്ട് പറയുന്നില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനും അതിൻ്റെ കുഴപ്പം. പക്ഷേ നിങ്ങളൊരു മോഡേൺ മെഡിസിനിൽ ചെയ്യുമ്പം, ഇംഗ്ലീഷ് മെഡിസിനിൽ ചെയ്ത സ്ഥിതിക്ക് ഇത് ഇമ്മ്യൂണോ സപ്രസ് മെഡിസിൻ ലൈഫ് ലോങ് നമ്മൾ കഴിക്കേണ്ടതാണ്. റെസിപ്പിയൻസ് അത് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ, പുറം ലോകത്തുള്ളവർ പറയുന്നത് കേട്ടിട്ട്, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ പുറം ലോകത്തുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മരുന്നുകൾ കഴിക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർജറി കഴിഞ്ഞാൽ ഡോക്ടറുടെ ജോലി കഴിഞ്ഞു. പക്ഷെ പോസ്റ്റ് സർജറി നമ്മൾ സ്വയമാണ് തീരുമാനിക്കേണ്ടത്. ഈവൻ ഡോണേഴ്സ് ഈസി അല്ല. ഡോണേഴ്സും പ്രോപ്പർ ചെക്കപ്പ് വേണം. പല ഡോക്ടേഴ്സും പറയാറുണ്ട്, ഡോണേഴ്സ് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നും എൻ്റെ വൈഫിനെ ചെക്കപ്പ് ചെയ്യാറുണ്ട്. ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഒരു മേജർ സർജറി, അവരുടെ ഒരു ലിവറിൻ്റെ 1/3 പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ആ കട്ട് ചെയ്ത് തന്നില്ല. എൻ്റെ വൈഫിൻ്റെ ഞങ്ങൾക്കൊരു ഇൻട്രാവിറ്റൻ പിന്നെ ഒരു വെയിനും കൂടെ പുള്ളിക്കാരുടെ അടുത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്. പോർട്ടൽ വെയിനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു 6 മാസം കൂടുതൽ എൻ്റെ വൈഫിനെ ഞാൻ ചെക്കപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്ന കാര്യം ബാബുക്കുറുള്ള ഞാനും കൂടെ ഒരു ദിവസം സംസാരിക്കുമ്പം, ഹോപ്പ് യു റിമെമ്പർ അല്ലേ, അപ്പം സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതിന് ടെമ്പററി ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ, അതുപോലെ നമുക്കൊന്നും അറിയില്ല, ഒരുപാട് പിന്നെ ഗവൺമെൻറ് ആനുകൂല്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇന്നിപ്പോൾ വരുന്ന സമയത്ത് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് എൻ്റെ കാറിലിരുന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൻ്റെ മെഡിസിൻസിൻ്റെ ടാക്സസ് കട്ട് ഓഫ് ചെയ്യാൻ പോകുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല ന്യൂസ്. അത് ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വെരിഫൈ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പോകുന്നു കേട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള മരുന്നുകൾ നമുക്ക് ടാക്സ് ഇല്ലാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്കീമുണ്ട്. അങ്ങനെ ഒരുപാട് സ്കീംസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ ഈ സംഘടനയിലുള്ള ഈ ഗ്രൂപ്പിന് സാധിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതിന് പ്രാപ്തരായവർ അതിലുണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ളവരുണ്ട്. ഞങ്ങളെല്ലാം പെട്ടുപോയത് ഞങ്ങൾക്ക് ഗൈഡൻസിന് ആളില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഗൈഡൻസിന് ആൾക്കാരുണ്ട്. ഏത് സർക്കാരിൽ നിന്ന് എങ്ങനെ ഫണ്ട് കിട്ടും എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും. അതുപോലെ ഞങ്ങളാൽ കഴിയുന്ന പോലെ, ഈ സംഘടനയ്ക്ക് കഴിയുന്നത് പോലെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ബില്ലിൻ്റെ കാര്യമോ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതും മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്തുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധൈര്യം വിടരുത്, ഫൈറ്റ് ചെയ്യുക. ലൈഫ് ഈസ് പ്രഷ്യസ്. നമ്മൾ ആ ലൈഫ് തിരിച്ചു പിടിച്ചിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ആണ് വിനുവിൻ്റെ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടിയാണ്.
അടുത്തതായിട്ട് ഞാൻ അഡ്വക്കേറ്റ് എബ്രാഹിം KJ വിളിക്കുന്നു. അദ്ദേഹം ഈ അടുത്താണ്, അധികം നാളായിട്ടുള്ള 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ക്ഷണിക്കുക. നമ്മുടെ മുഖ്യ പ്രഭാഷകനും നമ്മുടെ വിശിഷ്ട അതിഥിയുമായ ഓണറബിൾ സബ് ജഡ്ജ് അഡ്വക്കേറ്റ് ശ്രീ ദേവൻ കെ മേനോൻ, ഒപ്പം സെക്രട്ടറി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പത്തനംതിട്ടയാണ് അദ്ദേഹം. ഞാൻ ആദ്യമായി ശേഷം നമ്മളുടെ അധ്യക്ഷൻ മാത്യു ഫിലിപ്പ്, നമ്മുടെ രക്ഷാധികാരി നാരായണൻ നായർ സാർ, ബാബു കുരുവിള, മനോജ്, ശേഷം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മാന്യ വ്യക്തികളെ, ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ, സ്നേഹം നിറഞ്ഞവരെ, എന്നിൽ അർപ്പിതമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക, ട്രാൻസ്പ്ലാന്റേഷന് മുമ്പും അതിനുശേഷവുമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് എന്ന് എനിക്കറിയാമെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ മുഖ്യ അതിഥിയിൽ നിന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം നിയമത്തിൻ്റെ നൂലാമാലകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആസ്പത്രി കിടക്കുമ്പോൾ നമ്മളുടെ ഉറ്റവരും ഉടയവരും എല്ലാം അതിനുവേണ്ടി നിയമത്തിൻ്റെ മുമ്പിൽ വളരെയധികം കെഞ്ചി നിൽക്കുന്ന പല സന്ദർഭങ്ങളും കഴിഞ്ഞാണ് നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയത് എന്നുള്ളത് ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ എങ്ങനെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തി എന്നുള്ളതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രഭാഷകൻ, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ മനോജ് സാറ് ഈ പ്രഭാഷകനെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹത്തിന് നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗൈഡ് ചെയ്യാനും സഹായിക്കാനും പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന പല ഫണ്ടമെന്റൽ റൈറ്റ്സും വിഭാവനം ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 to 35, പ്രത്യേകിച്ചും 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. റൈറ്റ് ടു ഇക്വിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നീതി കിട്ടുക. അപ്പോൾ അത് നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 399A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ലീഗൽ എയ്ഡ്. ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകം 399A പ്രകാരമുള്ള ആർട്ടിക്കിൾ പ്രകാരമാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 ഉടലെടുത്തത്. അതിനെപ്പറ്റിയെല്ലാം നമ്മുടെ സബ് ജഡ്ജ് വിശദമായി സംസാരിക്കും. നമ്മൾക്ക് പ്രായോഗികമായിട്ട് എങ്ങനെ നമ്മൾക്ക് നടപ്പിലാക്കാൻ നമ്മുടെ സംഘടനയും നമ്മളെപ്പോലുള്ള ലിവർ ട്രാൻസ്പ്ലാന്റ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും എങ്ങനെ നമ്മൾക്ക് അതിനുപകരിക്കും. പ്രധാനമായിട്ടും ഈ ലീഗൽ സർവീസ് അതോറിറ്റി, സുപ്രീം കോടതി, നാഷണൽ ലീഗൽ അതോറിറ്റി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് എൻ്റെ ചാർജ്. കേരളത്തിൽ സെക്കൻഡ് മോസ്റ്റ് സീനിയർ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ടാണ്. ഐദർ ഭട്ടി സാറോ വിനോദ് ചന്ദ്ര സാറോ ആയിരിക്കണം ഇപ്പോഴത്തെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ കേരള ചീഫ്. അതുപോലെ എല്ലാ ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലെ ചാർജുള്ള ജഡ്ജായിരിക്കും അദ്ദേഹം. അതുപോലെ താലൂക്ക് വൈസും എല്ലാ തലങ്ങളിലും ലീഗൽ സർവീസ് സൊസൈറ്റികളുണ്ട്. പ്രധാനമായിട്ടും ഫ്രീ ലീഗൽ എയ്ഡാണ്. അങ്ങനെ ഡിസ്പ്യൂട്ടുകൾ കോടതിയിൽ കയറാതെ പരിഹരിക്കുന്ന ഒരു ഫോറമാണ് ലീഗൽ സർവീസ് അതോറിറ്റി. നമ്മൾക്ക് അതിനുള്ള പ്രസക്തി എന്താണെന്നാണ്
നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ വിനു നായർ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ട്രാൻസ്പ്ലാന്റിന് മുമ്പുള്ള വളരെ കഠിനമായ വളരെ തിക്താനുഭവങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ രോഗിയായിരിക്കുമ്പോൾ നമ്മളുടെ ആശങ്ക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എത്ര ദിവസം നമ്മുടെ ജീവൻ ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നും കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത് സർക്കാർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994. ആ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, കാശ് കൊടുത്ത് ലിവർ മേടിക്കുന്നത് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓർഗൻ ഡൊണേഷൻ ഒരു കച്ചവടമാക്കി സ്വീകരിച്ച ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ മറവിൽ പല നിരപരാധികളുടെയും ജീവൻ പോകുന്നത് ഉൾപ്പെടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും പലരും പറഞ്ഞു കേട്ടത് അതിൻ്റെ ചില നേർക്കാഴ്ചകളാണ് ആ സിനിമയെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. നമ്മൾക്കറിയില്ല. അപ്പോൾ ആ നിയമത്തിൽ ഒരുപാട് നൂലാമാലകളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം സെക്ഷൻ 9 ആണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നിയമം. റെസ്ട്രിക്ഷൻ ഓൺ റിമൂവൽ ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ, അത് 9 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. അതിൽ ക്ലോസ് റിലേറ്റീവ്, നിയർ റിലേറ്റീവിൻ്റെ ഓർഗൻ ആണെങ്കിൽ മാത്രമേ നേരെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തരാൻ നിവൃത്തിയുള്ളൂ. അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും സ്വന്തം എൻ്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് എൻ്റെ ലിവറുമായിട്ട് മാച്ച് ആകുന്നില്ല. എനിക്ക് എൻ്റെ മകൾക്ക് തരാൻ പറ്റില്ല, എൻ്റെ അടുത്ത റിലേഷന് തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ലിവർ എവിടെ നിന്ന് കിട്ടും? എൻ്റെ ജീവൻ എങ്ങനെ സംരക്ഷിക്കും, എൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്തും എന്നുള്ള ആശങ്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറത്തുള്ള ഒരാളുടെ ലിവറിനെ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ്. ഒരാൾ ലിവർ തരാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ അങ്ങേയറ്റം അനുഭവിച്ചൊരു മനുഷ്യനാണ്. കാരണം ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലാണ്. എനിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് ഡയറക്ഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി വന്നു, മാൻഡമസ് ഫയൽ ചെയ്യേണ്ടി വന്നു. കാരണം ഇതിന് പല സർട്ടിഫിക്കറ്റുകൾ മേടിക്കണം. ഒരു ലിവർ തരുന്ന ആള് വില്ലേജ് ഓഫീസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണം, DYSP ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണം, പിന്നെ കമ്മിറ്റി ഉണ്ട്, മെഡിക്കൽ ബോർഡ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമോ ക്ലോസ് റിലേറ്റീവ്, ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഒരാളുടെ ലിവർ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ, കാര്യശരി നല്ല ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന നിയമമാണ് എങ്കിൽ പോലും മരണം കാത്തു കിടക്കുന്ന ഒരു രോഗി ഈ നിയമത്തിൻ്റെ നൂലാമാലയിൽപ്പെട്ട് എനിക്കൊരാൾ ലിവർ തരാൻ സന്നദ്ധമായി തിരിച്ചു എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് എനിക്ക് തരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ നിയമങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ടെറിയുകയാണ്. അപ്പം ഇനി വരാനിരിക്കുന്ന ഈ ട്രാൻസ്പ്ലാന്റ് കാത്തിരിക്കുന്ന പലരും ഇതിനെല്ലാം വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി നേരിടേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഈ സബ് ജഡ്ജിനോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്, സാറിന് എനിക്ക് നേരിട്ട് പരിചയമില്ല, ഞാൻ ഹൈക്കോടതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുകയാണ്, പ്രത്യേകിച്ചും ടാക്സ് മാറ്ററാണ്, കൂടുതൽ ക്രിമിനൽ സിവിലിലേക്ക് വരാറില്ല, ഓൺലി ടാക്സ് മാറ്റേഴ്സ്. അപ്പോൾ എന്നാലും ജസ്റ്റിസ് ഹേമയുടെ എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻ്റെ ദിവസം തന്നെ, കാരണം GP എല്ലാം പരിചയമുള്ള GP ആണ്, എബ്രഹാം ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഓർഡർ കിട്ടി. അതേസമയം അല്ലാത്ത ആൾക്കാർക്ക് ഒരു 2 മാസം എടുക്കും ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ കിട്ടി ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടാൻ. മാൻഡമസ് ഫയൽ ഒരു സർക്കാർ ഓഫീസർ കൃത്യസമയത്ത് നമുക്ക് കൊടുത്ത അപേക്ഷ എന്റർടൈൻ ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഡയറക്ഷൻ മേടിക്കാനാണ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് മാൻഡമസ് സീക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവർക്കും അതിന്റെ നിയമസാധുകൾ അതിന്റെ ഹൈക്കോടതിയിലെ ചെലവുകളും കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയത്താണ് ഈ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ, ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ വളരെ പ്രധാനമായ ഇടപെടൽ വേണ്ടി വരുന്നത്. ഇപ്പോൾ സാധാരണ ഡിസ്ട്രിക്ട് കോടതിയിലും അല്ലാത്ത സിവിൽ കോടതിയിലും ഒക്കെ ഒരു അദാലത്ത് വിളിച്ചിട്ടുള്ള
ലീഗൽ സർവീസ് സൊസൈറ്റിയാണ് നമ്മൾ ഇവിടെ ചുറ്റിനും കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ ഇതിലേക്കുള്ള വെളിച്ചം വീശുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നാണ് നമ്മുടെ ബാബു കുരുളി എന്നെ ഇവിടെ പറഞ്ഞത്. അത് പറയാനാണ്. നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അന്ന് 200ാമത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടന്നതിൽ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് അതിൻ്റെ അകത്ത് വികാരഭരിതമായിട്ട് എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന്. കാരണം എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് കേവലം 6 മാസമായ സമയത്താണ്. ഇപ്പം എനിക്ക് 1 വർഷമായിട്ടില്ല. ബാബുക്കുള്ള പറഞ്ഞ വരെ 1 വർഷമായിട്ടില്ല. എനിക്ക് 9 മാസം അല്ല 11 മാസമായിട്ടുള്ളത്. ദൈവാനുഗ്രഹത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്നെപ്പോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കാത്തു കിടക്കുന്ന പല രോഗികളുണ്ടാവും ഈ ഗ്രൂപ്പിൽ. അതിനുള്ള ഉദ്ദേശിച്ചാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംഘാടകർ ആ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആ ആദ്യ കാലങ്ങളെ പറ്റി ഞാൻ ഓർക്കണം. സമയം അതിക്രമിച്ചെങ്കിൽ ഞാൻ അത്തരം അനുഭവങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. വിനു നായർ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എൻ്റെ അനുഭവം തരുന്നില്ല. എൻ്റെ അനുഭവം 2019 ജാനുവരി 20 എനിക്ക് ആദ്യം ഇങ്ങനത്തെ അസുഖമുണ്ടെന്ന്, ലിവറിന് ഇത്ര പ്രശ്നങ്ങളാണെന്ന് അറിയുന്നത്. അതിനു മുമ്പെല്ലാം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്കൊരു ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയിരുന്നു. ഒരു 1.5 വർഷം മുമ്പ് ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയിരുന്നു. അതിൽ നിന്ന് ഉടലെടുത്ത പ്രശ്നങ്ങളാകാം. അന്ന് അത്യാവശ്യം ലിക്കറൊക്കെ കഴിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലിക്കറൊക്കെ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ പറ്റുള്ളൂ. കാരണം ഈവനിങ്ങിൽ ഹൈക്കോടതി ലിസ്റ്റിൽ 7 മണിക്കേ വരുള്ളൂ. ആ സമയത്ത് നമ്മുടെ ഫയലുകൾ നോക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മദ്യപിക്കാനൊന്നും സാധാരണ ഇതിൽ സമയമൊന്നും കിട്ടൂല. അപ്പോൾ മദ്യത്തിൻ്റെ ആസക്തി ഇതുകൊണ്ടിട്ടായിരിക്കണം ഇല്ല എനിക്ക് ലിവറിന് പ്രശ്നം വന്നത്. അല്ലാതെയും ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് അറിയുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത്. നമ്മുടെ ലിവർ എത്ര മോശമാണെന്ന് നമ്മൾ അറിയുന്ന ഒരു സുപ്രഭാതത്തിലാണ്. എന്നോട് ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞെങ്കിലും എനിക്കത് എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നുപോലും അജ്ഞാതമായ ഒരു സമയത്ത് ഇതെന്തോ വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. എൻ്റെ മകളുടെ ജീവിതം ഞാൻ അപകടപ്പെടുത്തി എൻ്റെ ജീവൻ എന്തിനു സംരക്ഷിക്കണം എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് ആ ഫീൽഡിനെ പറ്റി, ഞാൻ ഒരു വക്കീലാണെങ്കിൽ പോലും എനിക്ക് ആ ഫീൽഡിനെ പറ്റി വളരെ അജ്ഞമായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം, ഞാൻ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയതുകൊണ്ട് ഇവിടെ ഹാർട്ട് ഓപ്പറേഷനും എല്ലാത്തിനും മുൻകൈട്ടെടുന്ന് ഞാൻ വളരെയധികം ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. അപ്പോഴേക്കും എനിക്ക് ഒരു ലിവറിന്റെ പ്രശ്നം വന്നപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പരസ്യം ചെയ്യാൻ പോയ ആൾക്കാരാണ് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, എൻ്റെ അടുത്ത ആൾക്കാർ. അപ്പൊ അത്രയും പോലും വിവരമില്ല ഞങ്ങൾക്ക് ഈ സംഭവത്തിനെ പറ്റി എനിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനൊരു ആക്ട് ഉള്ള കാര്യം എനിക്കറിയാം, അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്കപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഇടാതെ, പരസ്യം ഇടാണ്ട് അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അത് ചെയ്തതാണ്. ഇതെല്ലാം എൻ്റെ ഏതാണ്ട് സുഹൃത്തുക്കൾ ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്ന് അവർ തന്നെയാണ് എനിക്ക് ലിവർ, ശരിക്കും പറഞ്ഞാൽ വളരെ എന്നെ ഒരു പണ്ട് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എനിക്ക് ലിവർ തന്നത്. അങ്ങനെ ഒരു മഹാമനസ്സനെ എനിക്ക് ലിവർ തന്നിട്ട് അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ അദ്ദേഹം പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി എന്തിന് ഞാനിങ്ങനെ ലിവർ കൊടുക്കണം, ഞാനിത് വെറുതെ എന്തിനിങ്ങനെ ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ആലോചിച്ചു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ സംഘടനയിലുള്ള നമ്മൾ പ്രധാനമായിട്ട് ശ്രമിക്കേണ്ടത് ലിവർ ഡൊണേഷൻ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ, അതിനുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ഏർപ്പെടും. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരുപാട് രോഗികളുണ്ട്. ലിവർ കിട്ടാത്തതിൻ്റെ അഭാവം മൂലമാണ് പലരും ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റിവെക്കുന്നതും അതിൻ്റെ ഭീമമായ ചെലവും. എന്നാൽ വിനു നായർ പറഞ്ഞ പോലെ ഒരുപാട് സോഴ്സുകളുണ്ട്. സർക്കാർ മീഡിയത്തിൽ നിന്നും അല്ലാതും ഒക്കെ നമ്മൾക്ക് സാമ്പത്തിക സഹായം കിട്ടും. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും ഈ ഡോക്ടർമാരുടെ നിസ്വാർത്ഥമായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിയും, ഒരു തർക്കമില്ല. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ഇന്നത്തെ കാലത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് നിസ്സാര കാര്യമായിട്ടാണ്. എന്നാൽ എൻ്റെ മുമ്പിൽ അന്ന് ബാലികേറ മലയായിരുന്നു ഒരു കാലത്ത്. ഇപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒന്നുമില്ലെന്ന് തോന്നുന്നു.
കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കാത്തു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മടിക്കണ്ട. നിങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ 2 കൈയിലും ട്രിപ്പിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് കേസ് നടത്തിയൊരു വ്യക്തിയാണ്. ആസ്റ്റർ മെഡിസിറ്റിൽ എനിക്ക് സ്പെഷ്യൽ വൈഫൈ തന്ന് ഞാൻ ഇതുപോലെ ഭാഗ്യത്തിന് കൊറോണ വന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് ആസ്റ്റർ മെഡിസിറ്റി റൂമിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കേസ് നടത്തി എനിക്ക് സർവീസ് ടാക്സിന്റെ സെസ്റ്റാറ്റിലെ കേസൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് നടത്തേണ്ടി വന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതിന്റെ ആർജവും ഊർജവും എനിക്കുണ്ട്. എനിക്ക് നിർബന്ധമാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട കേസുകൾ തീർക്കാനുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരോടോ അവിടുത്തെ എന്നെ സേവനം തന്ന സിസ്റ്റർമാരോട് ചോദിച്ചോ. ഞാൻ വളരെ റെക്കോർഡ് ടൈമിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു, നടന്നു, സ്റ്റെയർ കേസ് ഒരാഴ്ചത്തേക്കുള്ളിൽ ഞാൻ ഒരു സ്റ്റെയർ ഫ്ലോർ കയറിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. കാരണം എൻ്റെ മുമ്പിൽ എനിക്ക് കേസുകൾ തീർക്കാനുണ്ട്. ആ ഒറ്റ ജ്വരം അതാണ് എന്നെ നയിച്ചത്. ഇതുകൊണ്ട് ഞാൻ വളരെയധികം പെട്ടെന്ന് റിക്കവർ ചെയ്തു. മനസ്സ് വെച്ചാൽ ഇതെല്ലാം നിസ്സാരമാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ കരുതിയിട്ടില്ല. അതിലേക്ക് എൻ്റെ ജീവൻ കാത്ത എല്ലാ ഡോക്ടർമാരോടും ഞാൻ എന്നും നന്ദിയുണ്ട്. എന്നെ ശുശ്രൂഷിച്ച എല്ലാ വ്യക്തികളോടും എനിക്ക് ആ സമയത്ത് എല്ലാ രീതിയിലും പ്രചോദനം തന്ന എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും ഞാൻ എന്നും കടപ്പെട്ടവനാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെപ്പോലുള്ള അനുഭവസ്ഥർ മുമ്പിലുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. ദൈവം നിങ്ങളെ കാക്കും, ഒപ്പം ഞങ്ങളുമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു പ്രസംഗമായിട്ടിത് കാണണ്ട. എൻ്റെ ബാബുക്കുരുവിലെ പറഞ്ഞ പോലെ എൻ്റെ അനുഭവം എന്ന് മാത്രം കരുതി വെച്ചാൽ മതി. നിയമത്തിൻ്റെ കാര്യം കൂടുതൽ വ്യക്തമായിട്ട് ബഹുമാനീയനായ റെസ്പെക്റ്റഡ് ജഡ്ജ് അത് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഇബ്രാഹിം സാർ. അടുത്തത് നമ്മുടെ ശ്രദ്ധ എന്ന ഈ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനമാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം സാറേക്കും ആവശ്യപ്പെട്ട കാര്യം നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് കിട്ടാവുന്ന സേവനങ്ങളെ കുറിച്ചും നമുക്ക് അത് ഏത് രീതിയിൽ ഉപയോഗിക്കാം, നമ്മുടെ ആളുകൾക്ക് ഏത് രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് നൽകുന്ന ഒരു പ്രഭാഷണത്തിനും കൂടിയായിട്ട് ബഹുമാനായ ജഡ്ജ് മേനോനെ ഞാൻ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. നമസ്കാരം, കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ്. നമസ്കാരം. ശ്രീ മാത്യു ഫിലിപ്പ്, യോഗാധ്യക്ഷൻ, ശ്രീ ബാബു കിരവിള, മോഡറേറ്റർ, ശ്രീ AS നാരായൺ നായർ, ശ്രീ MK മനോജ് കുമാർ, അനുഭവങ്ങൾ പങ്കുവച്ച വിനു ബി നായർ, അഡ്വക്കേറ്റ് KJ അബ്രഹാം, ദിലീപ് ഖാദി, ഏവർക്കും നമസ്കാരം. ഞാൻ ഒരു പ്രത്യേക വിഷമസന്ധിയിലാണിപ്പോൾ. അതായത് ഒരു സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. അതിന്റെ മുന്നിൽ എൻ്റെ ടോർച്ചിന് എത്രമാത്രം ലൈറ്റ് ഉണ്ടെന്നാണ് ഞാനിവിടെ പരീക്ഷിക്കേണ്ടത്. സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ അനുഭവങ്ങൾ പങ്കുവച്ച 2 പേര്. ഒന്നാമത് അഡ്വക്കേറ്റ് വിനു വി നായർ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് ഞാനും ആ അനുഭവത്തിലൂടെ കടന്നുപോയി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു പക്ഷേ നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയട്ടെ എന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ സൂര്യനെ ഉപയോഗിച്ചത് അഡ്വക്കേറ്റ് KJ അബ്രഹാം സാർ പറഞ്ഞു, നിയമപരമായിട്ടുള്ള ആസ്പെക്ട് എല്ലാം പറഞ്ഞു. ഇപ്പൊ എന്റെ കാര്യം എളുപ്പമായി. അപ്പൊ അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാതിരിക്കാം. നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കൊടുക്കും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സും താഴെ കൂടുതൽ പറയാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെന്റ് സപ്പോർട്ട് ആണെങ്കിൽ അനക്ഷറോ എക്സിബിറ്റോ ഒക്കെ കൊടുക്കും. അപ്പൊ എക്സിബിറ്റ് A1 അല്ലെങ്കിൽ അനക്ഷർ A1, അനക്ഷർ A2 അല്ലെങ്കിൽ അനക്ഷർ A3 എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അനക്ഷറായിട്ട് അബ്രഹാം സാറിന്റെ ആ വാക്കുകൾ സ്വീകരിക്കണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചോളുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോകേണ്ട പ്രശ്നങ്ങൾ. നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല. ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ, ക്ലോസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. ക്ലോസ് റിലേറ്റീവ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാര്യയോ സ്പൗസോ മകനോ മകളോ അല്ലെങ്കിൽ പിതാവോ മാതാവോ നമ്മുടെ
കൊച്ചുമക്കളോ അവരൊക്കെയാണ് ക്ലോസ് റിലേറ്റീവ് എന്ന നിയമപ്രകാരം വിവക്ഷിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു ശ്രീ അഡ്വക്കേറ്റ് എബ്രഹാം സർ. അദ്ദേഹം സൂചിപ്പിച്ച ആക്ട് ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ 1994 ആക്ട് ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ടിഷ്യൂസ് ആക്ട് 94. 95 തന്നെ അതിന്റെ റൂൾസും മറ്റുമുണ്ട്. വാട്ട് ഇറ്റ് മേ, എന്തു ആയിക്കൊള്ളട്ടെ, നിയമങ്ങൾ കുറേയുണ്ട്. അല്ലെങ്കിൽ ഈ അനുസരിച്ചുള്ള നിയമങ്ങൾക്കുള്ള ഒരു പ്രശ്നം പറഞ്ഞു. നേരത്തെ ശ്രീ വിനോദ് നായരും അബ്രഹാം സാറൊക്കെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ പ്രശ്നം വന്നപ്പോൾ പലയിടത്തും പരസ്യം കൊടുക്കുന്നത് കണ്ടു. പരസ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഈ നിയമത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. അതായത് ഒരാൾക്ക് സ്വീകരിക്കാൻ, അതായത് നമുക്കിപ്പോ ഒരു ഓർഗൻ വേണം, ആവശ്യമാണ്, ലിവർ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ലിവർ കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഡോണർക്കും പരസ്യം കൊടുക്കാൻ പറ്റില്ല. പരസ്യം കൊടുത്താൽ നിസ്സാരമായിട്ടുള്ള പണിഷ്മെന്റ് അല്ല പറയുന്നത്. മിനിമം 2 വർഷവും മാക്സിമം 7 വർഷവും, 2 തുടങ്ങി 7 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. ആ നിയമത്തിന്റെ സെക്ഷൻ 19 വകുപ്പ് പ്രകാരമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ അത് മാത്രമല്ല, ഈ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ റിമൂവ് ചെയ്യാനും പറ്റില്ല. അതായത് ഡോണറുടെ കൺസെന്റ് ഇല്ലാതെ റിമൂവ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ കൺസെന്റ് ഇല്ലാതെ റിമൂവ് ചെയ്യുന്നത് അതിന്റെ 18 വകുപ്പ് പ്രകാരം ഒരു 5 വർഷം വരെ തടവിട്ടാവുന്ന ഒരു നിയമം കൂടിയാണ്. ഇത് 2 തരത്തിലുള്ള ഡോണേഴ്സ് വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ റിലേറ്റീവ്സ് വരാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലോസ് റിലേറ്റീവ്സ് വരാം, അതല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ് അല്ലാത്ത ആളുകൾ വരാം. അപ്പോ ഈ ക്ലോസ് റിലേറ്റീവ്സ് അല്ലാത്ത ആളുകൾ വരുമ്പോൾ വലിയൊരു പ്രശ്നം വരുന്നു. ഇപ്പൊ പറഞ്ഞു സാർ, നേരത്തെ സൂചിപ്പിച്ചു, പല പല സർട്ടിഫിക്കറ്റ്സ് അതിനകത്ത് വേണം. മാത്രമല്ല അതിന്റെ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ പ്രയർ അപ്രൂവലും ഇതിനാവശ്യമാണ്. ഓതറൈസേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടീമുകൾ ഉൾപ്പെടുന്നതും പിന്നെ 2 പുറത്തുനിന്നുള്ള ആളുകളും, അവർ ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പേർട്സ് ആവാം, അഡ്വക്കേറ്റ്സ് ആവാം, ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആവാം, അങ്ങനെയുള്ള ആളുകളും മറ്റും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്. റൂൾസ് പ്രകാരമുള്ള ഈ കമ്മിറ്റി അനലൈസ് ചെയ്തതിനെ എൻക്വയറി ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഇതിന് പെർമിഷൻ തരുള്ളൂ. എന്തിനാണ് അനലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഈ ഓർഗൻ ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ നടത്തിക്കൂടാ. കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കുകയോ പണം സ്വീകരിച്ച ഒരാൾ വിൽക്കാനോ ചെയ്യുന്നത് അതൊരു തെറ്റാണ്, ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെ ഈ മണി മോട്ടീവ് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവര് എൻക്വയറി നടത്തുന്നത്. അതിന് എൻക്വയറി നടത്തുമ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ പ്രശ്നമല്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഒരാൾ എന്തിനും സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് ഈ ലിവർ കൊടുക്കണം. അതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ചിന്ത. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ജസ്റ്റ് ഒരു കേസിലൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ കേസിൽ ഒരു 10-18ഓളം പേര് അത് കിഡ്നിയെ കുറിച്ചിട്ടാണ്. അതിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് നടത്താൻ പെർമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പെർമിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചില സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. സമൂഹത്തിൽ ചിലപ്പോൾ ക്യാഷിന് മണി മോട്ടീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ചിലവര് മനുഷ്യന് സഹായം ചെയ്യണം, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് അനുസരിച്ച് എൻ്റെ ഏതെങ്കിലും ഒരു ശരീരഭാവം കൊണ്ട് പുതിയൊരു ജീവൻ ലഭിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടവാനാണ് എന്ന് ചിന്തിച്ചു കഴിയുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ഞങ്ങളെ ഇത് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് അഡ്വർടൈസ് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമ്മതിച്ചില്ല. അത് നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ട് തന്നെ അത് സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഈ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ വരുമ്പോൾ കമ്മിറ്റി തീരുമാനിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ മോട്ടീവ് മനസ്സിലാക്കുന്നത് അത് ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ടാവാം, സ്നേഹം കൊണ്ടും അവരുടെ അഫെക്ഷൻ കൊണ്ടും ഇത് കൊടുക്കാം. മണി മോട്ടീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കില്ല. അപ്പോൾ പല പല കാര്യങ്ങളും അതിനകത്ത് അവർ പരിശോധിക്കാം. അവരുടെ ഫോട്ടോസ് വേണമെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ അവരുടെ താമസം, അവരുടെ മുൻകാല പരിചയങ്ങൾ എന്താണ്, ഈ പുതിയതായിട്ട് ഒരാൾ കൊടുക്കാൻ വരുന്ന മുൻകാല പരിചയങ്ങൾ എന്താണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ പെർമിഷൻ തരില്ല. ഈ പെർമിഷൻ തരാതിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരു പ്രശ്നം വന്ന് നേരത്തെ നമ്മുടെ ബഹുമാനായിട്ട് അബ്രഹാം സാർ സൂചിപ്പിച്ചു. പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ റിപ്പറ്റീഷനും മറ്റും പോകേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ നിയമത്തിന്റെ ഒരു കളി ആ സമയത്താണ് വരിക. നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു അസുഖവാനാണ്, അസുഖം പിടിപെട്ട് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി പണം എങ്ങനെ കണ്ടെത്തും എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു കേസും കൂടി വരുന്നത്. അപ്പോൾ കേസ് കൊടുത്താലാണ് നമുക്ക് ബാക്കി പെർമിഷൻ കിട്ടുള്ളൂ. പെർമിഷൻ കിട്ടിയാൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുള്ളൂ. കേസ് കൊടുക്കാൻ പണമില്ലാത്തൊരു അവസ്ഥ വരുന്ന ഒരു അവസരം വരും.
അപ്പോൾ അതിനെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ടോർച്ച് തെളിച്ചു പോയാൽ മതി. എക്സിബിറ്റ് ബി ആണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ എക്സിബിറ്റ് ബിയിലേക്ക് കടക്കുകയാണ്. എക്സിബിറ്റ് ബി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞു ലീഗൽ സർവീസസ് അതോറിറ്റീസിനെ കുറിച്ചിട്ടും അദ്ദേഹം ഒരു ബ്രോഡ് ഔട്ട്ലുക്ക് നമുക്ക് നൽകി. അദ്ദേഹം പറഞ്ഞു നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു ആർട്ടിക്കിൾ 39A ഇന്ത്യൻ ഭരണഘടനയുടെ 39A എന്ന അനുച്ഛേദ പ്രകാരമാണ് ലീഗൽ സർവീസസ് അതോറിറ്റി അല്ലെങ്കിൽ സൗജന്യ നിയമസഹായം നൽകണം എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ലീഗൽ അതോറിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറഞ്ഞ ആക്ട് 1987 പാസ്സാക്കിയത്, പാർലമെന്റ് പാസ്സാക്കിയത്. അത് പ്രകാരം നമ്മുടെ ഞാൻ ജനറൽ ആയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റീസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരു ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ആ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാട്രൺ ഇൻ ചീഫ് ആയിരിക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരിക്കും ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞിട്ട് മുതിർന്ന ജഡ്ജി. അതുപോലെ തന്നെ കേരളത്തിലുള്ള കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പാട്രൺ ചീഫ് ആയിരിക്കും കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. അതിന്റെ മുതിർന്ന ജഡ്ജി ആയിരിക്കും അതിന്റെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന ജഡ്ജി ആയിരിക്കും ഈ കെൽസ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. അത് നാഷണലും സ്റ്റേറ്റിലും. ഇനി ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലയിലെ ലീഗൽ സർവീസ് അതോറിറ്റി, ജില്ലയിലെ മൊത്തം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും ആ ജില്ലയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ്. അതിന്റെ സെക്രട്ടറി ആയിരിക്കും എന്നെ പോലുള്ള സബ് ജഡ്ജസ്. സെക്രട്ടറിയുടെ ഫുൾ ടൈം സെക്രട്ടറിയാണ്. അപ്പോ അതിന് താഴെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് കോടതികളിലെ സീനിയർ ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ, ചിലപ്പോൾ ജില്ലാ ജഡ്ജി ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മജിസ്ട്രേറ്റ് ആവാം, അങ്ങനെയുള്ള ഓഫീസേഴ്സ് ചെയർമാൻമാരായിട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റികളും ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം ആർക്കാണ് സൗജന്യമായിട്ട് ലീഗൽ നിയമസഹായം ലഭിക്കുവാൻ അർഹതയുള്ളവർ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ 12ാം വകുപ്പ് പ്രകാരമാണ് ആർക്കാണ് സൗജന്യമായിട്ട് നിയമസഹായം ലഭിക്കുവാൻ അർഹതയുള്ളവർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാറ്റഗറി സ്ത്രീകളും കുട്ടികളും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായ നിയമസഹായം ലഭിക്കാൻ അർഹതയുള്ളവരാണ്. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞ കാറ്റഗറിയെ നമ്മളിപ്പോൾ മാറ്റി നിർത്താം. ഇനി നമുക്ക് ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കേസുകൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സ്ത്രീകളായിട്ടുള്ളവർക്ക് സൗജന്യ സഹായത്തിന് സമീപിക്കാം. പിന്നീട് കുട്ടികളുടെ കാര്യവും പറഞ്ഞു. പിന്നീടുള്ള പ്രശ്നങ്ങൾ വരുന്നത് 18 വയസ്സിന് മേലുള്ള പുരുഷന്മാരുടെ പ്രശ്നത്തിലാണ് നമ്മൾ ആർക്കൊക്കെ അർഹതയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ഒന്ന്, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടുള്ള എല്ലാവർക്കും സൗജന്യ നിയമസഹായം ലഭിക്കും. മറ്റൊന്ന്, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ലഭിക്കും. അടുത്തത്, പ്രകൃതി ദുരന്തങ്ങൾ, നമ്മളിപ്പോൾ അടുത്ത സമയത്ത് കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ പോലെയോ അല്ലെങ്കിൽ ജാതീയമായ മറ്റുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുള്ള എല്ലാവർക്കും കിട്ടും. വ്യാവസായിക തൊഴിലാളിയായിട്ടുള്ള എല്ലാവർക്കും സൗജന്യ നിയമസഹായം ലഭിക്കും. മാത്രമല്ല മറ്റ് ജയിൽ പുള്ളികളാണ്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാവർക്കും കിട്ടും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ലക്ഷം രൂപയിൽ അധികം വാർഷിക വരുമാനം ഇല്ലാത്ത എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭിക്കാൻ അർഹരാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയോ ഒക്കെ സമീപിക്കാം. മിക്കവാറും ഇതിനെ സംബന്ധിച്ച് കേസുകൾ കൊടുക്കേണ്ടി വരിക ഹൈക്കോടതികളിലൊക്കെ ആയിരിക്കും. അത് നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റ് വരെ എത്തുന്ന ഒരു സ്റ്റേജ് ആണ്. ഇതില് നിങ്ങളുടെ സംഘടനയുടെ പേര് പറയുന്നത് എന്തുതന്നെയാണ്? ശ്രദ്ധ. ഗീതയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധവാൻ ലഭന്തേ ജ്ഞാനം. ശ്രദ്ധയുള്ളവരെ ജ്ഞാനം ലഭിക്കുന്നു. ഇവിടത്തെ നിങ്ങളുടെ പർപ്പസ് തന്നെ ജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, പലരും നേരിട്ട പ്രശ്നം എന്നത് ഈ അസുഖം വരുമ്പോൾ ആരുടെ കയ്യിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു അഡ്വൈസോ ഒരു പ്രോപ്പർ ഗൈഡൻസോ അതിനെക്കുറിച്ചൊരു അറിവ് ലഭിക്കുന്നില്ല. ഈ അറിവ് ലഭിക്കാനുള്ള ഈ ഉദ്യമം, ഈ ശ്രദ്ധ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് വാട്സാപ്പ് ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളത് നമ്മുടെ മെയിൻ സംഘടനയാണ്. ആ സംഘടന എനിക്കറിയില്ല, ഞാൻ ബ്രോഷർ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അതിൽ സംഘടനയുടെ അംഗങ്ങൾക്കും മറ്റും മാനസിക ഉല്ലാസത്തിനും അല്ലെങ്കിൽ അവരുടെ ഇക്വാലിറ്റിയോ ബ്രദർഹുഡോ ഹോപ്പോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ അതൊക്കെ വളർത്താനുള്ള ഒരു ഒബ്ജക്റ്റീവ് ഈ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള സ്ഥാപിതമായതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ
മനുഷ്യർക്ക് കോൺഫിഡൻസ് നൽകേണ്ടത്, അല്ലെങ്കിൽ ഈ ശാരീരിക അവസ്ഥയിലൂടെ പോകുമ്പോഴുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡോണറാകാൻ തയ്യാറായിട്ടുള്ളവർക്ക് കോൺഫിഡൻസ് നൽകേണ്ട ജോലി ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഇന്ന് പറഞ്ഞ ശ്രീ വിനു വി നായരോ അഡ്വക്കേറ്റ് എബ്രാമോ അവർക്കൊക്കെ നൽകാൻ സാധിക്കും. കാരണം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയതിന്റെ അത്രയും അഡ്വൈസ് മറ്റൊരാൾക്കും നൽകാൻ സാധിക്കില്ല. ഈ അവസരത്തിൽ കൂടുതൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഓൾറെഡി നിയമത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഔട്ട്ലുക്ക് ഇപ്പൊ പറയാൻ പറ്റൂ. അതായത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരിക എന്ന് ഇപ്പോ നേരത്തെ അബ്രാം സാർ തന്നെ പറഞ്ഞു. നമ്മുടെ ഓപ്പറേഷന് ശേഷം എനിക്ക് തോന്നുന്നു ഇതിൽ ചിലപ്പോൾ ഡോക്ടേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ കുറ്റം പറയല്ല. ചിലപ്പോ നമ്മുടെ എങ്ങനെയാണെങ്കിലും ആ ഒരു ആശുപത്രി ചികിത്സയുടെ ഭാഗമാണ് ചിലപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസോ മറ്റോ സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ അപ്പോഴും നിയമത്തിന്റെ വഴി നമ്മൾ നേടേണ്ടി വരും. അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മുടെ ഒരു നിയമത്തിന്റെ പല പല മേഖലകളിൽ പറയുമ്പോൾ ഇത് മാത്രം ടച്ച് ചെയ്യുന്നത് മാത്രം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെയുണ്ട് 337, 338, 304A. അത് മരണം സംഭവിച്ചാലോ അതല്ലെങ്കിൽ നെഗ്ലിജന്റ് ആക്ട് പ്രകാരം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എൻക്വയറിയും മറ്റും നടക്കും. പിന്നെ അതല്ലെങ്കിൽ കൺസ്യൂമർ ഫോറത്തിലോ മറ്റോ നമ്മുടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളാണ് നിയമപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ലീഗൽ സർവീസ് അതോറിറ്റികളുടെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും മടി കൂടാതെ ആ സമയത്ത് നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളെ സമീപിക്കാവുന്നതാണ്. ഞാൻ ജനറൽ ഒരു അവയർനെസ്സിന് കൂടുതലും കേസുകൾ വരുന്നത് ഹൈക്കോടതി ആയതുകൊണ്ട് ഹൈക്കോടതിയിലെ വക്കീലുണ്ടെന്ന് അറിയാം. എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഹൈക്കോടതിയുടെ ആ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാം. അത് ലാൻഡ് ഫോൺ നമ്പർ എന്ന് പറയുന്നത് 0484 239 6717. ഇതാണ് ലാൻഡ് ഫോൺ നമ്പർ. മൊബൈൽ നമ്പർ 9846 700 9846 700 100. പെട്ടെന്ന് ആരെയും കോൺടാക്ട് ചെയ്യാൻ ഒരു അവസരം, ഒരു സിറ്റുവേഷൻ വന്നു പോയി കഴിഞ്ഞാൽ എന്താണ് അറിയേണ്ടതെന്ന് അറിയാൻ ചോദിക്കുവാനോ, അല്ലെങ്കിൽ അവിടെ നിന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഓരോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നമ്പർ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബ്ലഡ് റിലേഷൻ ഇല്ലാത്തവര് ഈ ഡൊണേഷൻ കൊടുക്കുന്ന സമയത്ത്, ഡോണറായിട്ട് വരുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ ചില കേസുകളിലൂടെ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയതാണ്. ഈ സിറ്റുവേഷൻ വരുന്നത് ഈ കമ്മിറ്റി നിരാകരിച്ചിരിക്കുന്നതിന് ഒരു കാരണം പറയുന്നത് സാമ്പത്തികമായിട്ട് ഈ ഡോണർക്കും റെസിപ്പിയന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അദ്ദേഹം രോഗിക്ക് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നു, ഡോണറായിട്ടുള്ള ആള് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നു. അപ്പോൾ അത് അവരുടെ മുന്നിൽ സംശയത്തിനുള്ള ഒരു എലിമെന്റ് ആയി തീർന്നു. സംശയം എന്ന് പറഞ്ഞാൽ പണം നൽകിയിട്ടാണ് ഈ ഓർഗൻ വാങ്ങിക്കാൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഫൈൻഡിങ്ങിലൂടെയാണ് ഒരു പ്രത്യേക കേസിൽ അവർക്കുള്ള പെർമിഷൻ നിഷേധിച്ചത്. അപ്പൊ ആ സമയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ വരേണ്ടി വന്നു. 226 പെറ്റീഷനായിട്ട് വരേണ്ടി വന്നു. അപ്പോൾ കോടതി കണ്ടെത്തിയത് സാമ്പത്തികമായിട്ട് മാത്രം ഒരു അന്തരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തുക്കളായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിലോ അത് ഡിനേ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എത്തിയത്. അതായത് എങ്ങനെയും ആ ഓർഗൻ ഡൊണേഷൻ കൊടുക്കുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുക, ഓർഗൻ നടക്കുക എന്നതായിരിക്കാം അങ്ങനെയുള്ള ഡിസിഷനുകളുടെ പിന്നിൽ. ഒരു മനുഷ്യജീവൻ രക്ഷപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുമതി നൽകുമോ എന്ന് സംശയത്തോടെ കാണേണ്ടി വരും. ഇനി മറ്റെന്തെങ്കിലും, ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. നിങ്ങൾക്കാണ് കൂടുതൽ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതോടുകൂടി എന്താണ് വിനു വി നായർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ, ഇതിൽ ഒരു ഞാൻ പൂന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ബേസ്ഡ് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന അവരുടെ ഇതിലൊരു സൂം മീറ്റിങ്ങിൽ ഞാനൊരു സ്പീക്കറായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നമ്മുടെ ഗ്രീവൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ബാബുഗുരുവിലൊക്കെ അറിയാതെ
ഇതിൽ ഈ നമ്മളിപ്പോൾ ഒരു പുറത്തു നിന്നുള്ളൊരു ഡോണർ വന്നിട്ടുണ്ടെങ്കിൽ, പണം കൊടുക്കാതെ തന്നെ വന്നിട്ടുണ്ട്, സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ, എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൻ്റെ കീഴിലുള്ള ഡോക്ടേഴ്സിൻ്റെ പാനൽ. ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന, അതായത് ഒരാളൊരു കിഡ്നി അല്ലെങ്കിൽ ലിവർ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവിനോടും ഇവരുടെ ചോദ്യങ്ങൾ പലപ്പോഴും അതിക്രൂരമാണ്. വാസ്തവമായിരിക്കാം, പക്ഷേ ഈ വരുന്ന ആൾ പാനിക്കാവുക. അത് ഞാൻ അന്ന് ആ ലീഗൽ സെല്ലിൽ, ഞാൻ പൂനെ ബേസിലുള്ള ആ സെല്ലിൽ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇല്ല അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്ത കാര്യം, അദ്ദേഹം ഈ സൊസൈറ്റിയോടൊക്കെ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളാണ്, സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ എൻ്റെ സുഹൃത്ത് എനിക്ക് ആദ്യം തരാൻ വന്നപ്പോൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോകും, നിങ്ങൾ എന്ത് ചെയ്യും? അവർ വളരെ പാനിക്കായി. അവരെ എത്രത്തോളം നമ്മൾ പറഞ്ഞ് ബ്രീഫ് ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പക്ഷേ ഇത് നിയമത്തിൻ്റെ ഏത് വശത്തിലായാലും വരുന്ന ആള് ഭയന്നു പോവാണ്. ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആൾ ഭയന്നു പോവാണ്. നിങ്ങൾ മരിച്ചു പോകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി മരിച്ചു പോകും. നോൺ റിലേറ്റീവ്സിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആ വരുന്ന ആള് 1-2 കേസിൽ ആൾക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ശക്തമായിട്ട് പിന്നോട്ടുണ്ട്. പണ്ട് PVS ഹോസ്പിറ്റലുള്ളപ്പോൾ അവിടുത്തെ ഒരു കേസ് എനിക്ക് അറിയാവുന്നതാണ്. അവർ പിന്നോട്ട് പോയി. ആ പേഷ്യൻ്റ് മരിച്ചു പോവുകയും ചെയ്തു. പാലാരിവട്ടത്തുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു, അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെയാണ്. കാര്യം ഡോണർ വിഡ്രോ ചെയ്തു, ഭയന്നു പോയതാണ്. അപ്പോൾ ഇതിനൊരു നിയമം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് വളരെ ശക്തമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എത്തിക്സ് കമ്മിറ്റിയാണ്, ശരിയാണ്, ഇതിനകത്ത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല, ഓർഗൻ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്നുള്ളത് വരുത്തേണ്ടതെല്ലാം നിയമമെല്ലാം ശരിയാണ്. പക്ഷേ വളരെ ഭയാനകമായ രീതിയിൽ, അതും ഒരു ഡോക്ടറാണ് പറയുന്നത്, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ പോലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. 1 ആയിട്ടാണ് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അതൊരു വലിയ കൺസേൺ ആണ് സർ. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചത് എത്തിക്സ് കമ്മിറ്റിയുടെ എത്തിക്സ് ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് ജോലി ആയിക്കൊള്ളട്ടെ, ഡോക്ടർ ആയിക്കൊള്ളട്ടെ, എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, അങ്ങയുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, ടൂറിസത്തിലാണെന്ന് പറഞ്ഞു നേരത്തെ. ടൂറിസം മീഡിയ. ഓക്കെ, എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, മനുഷ്യന് ഒരു മാനുഷികമായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. അവൻ എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും എല്ലാവരും റെസ്പെക്ട് ചെയ്തു വിചാരിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. മാന്യമായിട്ട് മറ്റൊരാളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. അത് അവരുടെ ഒരു എനിക്കറിയില്ല, ഞാൻ കുറ്റം പറയാൻ ആളല്ല. ഓരോരുത്തരുടെ സംസാര ശൈലികളിലുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലും സമൂഹത്തിൽ ഉണ്ടാവുക. ഒരു ഡോക്ടർക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻസും അവരുടെ മൊറയിൽ തകർക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. കാരണം കോൺഫിഡൻസ് ആ മൊറയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൻ സസ്റ്റെയിൻ ചെയ്യും? ഇത്രയും വലിയ ഒരു സർജറിക്കാണ് പോകുന്നത്. ഞാൻ മറ്റൊന്നും കൂടി പറഞ്ഞോട്ടെ ഈ അവസരത്തിൽ, ഒരു വാൺ ചെയ്യാന്നുള്ളത് ഒരു പക്ഷേ എത്തിക് കമ്മിറ്റിയുടെ ഒരു ഡ്യൂട്ടി ആയിരിക്കാം. ഇങ്ങനെ വരും, കാരണം ഈ ഓപ്പറേഷൻ ഒരുപക്ഷെ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ ഇങ്ങനെ വരാം, സക്സസ് ആവണമെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ ഈ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് അവർക്കൊന്ന് അറിയാൻ സാധിക്കണം. പല രീതിയിലും പല കോണറിൽ നിന്നും അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും വിലയിരുത്താം. ഞങ്ങളിപ്പോൾ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഒരു പ്രതി എത്ര വലിയ കുറ്റം ചെയ്തിട്ടായാലും അവൻ ചിലപ്പോൾ കുറ്റം സമ്മതിക്കാൻ വരും. കുറ്റം സമ്മതിക്കാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ കുറ്റം സമ്മതിച്ചാൽ നിങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാമോ? നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ കുറ്റം സമ്മതിക്കുന്നത്? നിങ്ങൾ കുറ്റം സമ്മതിക്കണമെന്ന് ഒരു നിയമവും ഇല്ലാട്ടോ എന്നായിരിക്കും ആദ്യം തന്നെ ആ പ്രതിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്ത്, ഇയാൾക്ക് എന്താ വട്ടാണോ വിചാരിക്കും. പക്ഷെ അതൊരു ജഡ്ജിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുറ്റം സമ്മതിക്കാൻ വരുന്നവരോട് അവനോട് വാൺ ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ആ വാൺ ചെയ്യുമ്പോൾ അവനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. അവൻ സ്വമനസാലെ വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ എത്തിക്സ് കമ്മിറ്റിയുടെ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ കമ്മിറ്റി അത് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ. നമ്മൾ അത്രയും കമന്റ് ചെയ്യുന്നത് ശരിയല്ല. അത് ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്തൊരു ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ അമ്മയ്ക്ക് പഴയ ആളുകളാണ്. അപ്പോൾ അവർക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വാക്ക് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ തന്നെ കേട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർ അവർ ചിലപ്പോൾ ബ്രെയിനിൽ ഒരു കുറച്ച് ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞതായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ, അവരുടെ റിസീവ് ചെയ്യാൻ തയ്യാറില്ല അവരുടെ മനസ്സ്. അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ആണെന്ന് പറഞ്ഞാലോ അതൊന്നും അവർ തയ്യാറില്ല. അവിടെ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് തയ്യാറായിരിക്കും. അപ്പൊ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞതാണ്,
വളരെ തിരക്കിലാണ് ആ ഡോക്ടർ, വളരെ മിടുക്കനായിട്ടുള്ള ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവരുടെ തല പൊട്ടിച്ചിട്ട് ചുരന്ന് കളയേണ്ടി വരും എന്നാണ് എന്നോട് പറഞ്ഞത്. അത് എനിക്ക് വളരെയധികം വിഷമമുണ്ടായി. ഞാനപ്പോ ഒന്നും പറഞ്ഞില്ല. ഞാനത് എങ്ങനെയാ പറയാൻ പറ്റുക? മറ്റുള്ള പേഷ്യൻസിന്റെ മുമ്പിലും ഇങ്ങനെ ഇവരിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഒന്നൊരു സമാധാനം കൊടുക്കാതെ, 2 വാക്ക് അവരുടെ സമാധാനിപ്പിച്ച് പറയാതെ എടുത്ത വഴി ഇങ്ങനെ പറയുന്നത് ശരിയാണോ? നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസീസിനെ കുറിച്ച്, നമ്മുടെ ലൈഫിലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഭയന്നിരിക്കുന്നു, നമ്മൾ എങ്ങനെ അവർക്ക് കോൺഫിഡൻസ് നൽകുന്നു, നമ്മൾ ചിന്തിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു കമന്റ് വന്നത് എനിക്കപ്പോൾ തെറ്റായും തോന്നി. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകൊണ്ട് പറഞ്ഞായിരിക്കാം. നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത്, ഡോക്ടറെ എല്ലാവരും ദൈവത്തെ പോലെ കരുതിയിട്ട് തന്നെയാണ് ചെല്ലുന്നത്. മറ്റുള്ള ഒരു അഭിഭാഷകന്റെ അടുത്ത് ഒരു പക്ഷെ ചെല്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ടാക്സിംഗ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകന്റെ അടുത്തൊക്കെ ചെല്ലുന്നത് ഒരു പക്ഷേ പൈസ വേണ്ട പോലെ വിനിയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായിട്ട് വിനിയോഗിച്ചത് കൊണ്ടോ ശാരീരികമായ ഒരു ദുർഘടം കൊണ്ടായിരിക്കില്ല അങ്ങനത്തുള്ള കേസുകളിൽ ചെല്ലുക. സാധാരണ ആദ്യം ശാരീരികമായ ദുർഘടനം കൊണ്ട് ആദ്യം ചെല്ലുക ഡോക്ടറെ അടുത്ത്. ഡോക്ടർ ഈശ്വര തുല്യനായിട്ടാണ് എല്ലാവരും കാണുക. അപ്പോൾ ഡോക്ടർക്ക് തീർച്ചയായിട്ടും മാന്യമായിട്ട് സംസാരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു വിനീതമായ അഭിപ്രായത്തിൽ. പിന്നെ ആരുടെയും ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, സംഭാഷണ ശൈലിയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് എനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് പറയാനുള്ളൂ. ബാക്കി നമ്മൾ അവരെ കുറ്റപ്പെടുത്താനാണല്ല. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ? ഈ ഞാനൊരു പറയൂ സാറേ, ഇതിൻ്റെ അകത്ത് ഡെഫിനിഷൻ ക്ലോസിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ വേണ്ടി വരും ഇതിൽ നിയർ റിലേറ്റീവ്. കാരണം നിയർ റിലേറ്റീവ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ചലഞ്ച് ചെയ്യാനുള്ള പല പ്രൊവിഷനും ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നിയർ റിലേറ്റീവ് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ബ്ലഡ് റിലേഷൻ മാത്രമാണ്. ബ്ലഡ് റിലേഷൻ വരുമ്പോൾ നെവി, പക്ഷെ ഇതിനകത്ത് വരുന്നില്ല. അത് ജനറൽ ക്ലോസ് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇത് നിയർ റിലേറ്റീവ്, അതായത് നമ്മുടെ ബൈബിൾ വെച്ച് നോക്കുമ്പോഴും ആരാണ് നിന്റെ നല്ല അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോ എന്റെ ഏറ്റവും നിയർ റിലേറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഡോണറായിട്ട് വരുന്ന, ലിവർ തരാൻ വരുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്. അത് കാരണം അതിൻ്റെ അകത്തൊരു എക്സ്പ്ലനേഷൻ വേണം. അതൊരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ മറ്റുള്ളവർ ഞങ്ങള് കോടതിയില് നിയമത്തിന്റെ ഭാഗത്തുള്ളതുകൊണ്ട് അതിന്റെ ലീഗൽ ടേംസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ. അതായത് ഞങ്ങളുടെ അസോസിയേഷന്റെ ലെവലിൽ നിന്ന് ഇതിനൊരു റെപ്രസെന്റേഷൻ തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം സർക്കാരിലേക്ക് അല്ല, എനിക്ക് തോന്നുന്നത് ഈ ക്ലോസ് റിലേഷൻ എന്നുള്ളതിന്റെ ആ സർക്കിൾ ഒന്നുകൂടെ വൈഡൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ. പണ്ടത്തെ നമ്മൾ ഒരു 5-6 വർഷം മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടെ വൈഡൻ ചെയ്ത്, അതായത് ആ ക്ലോസ് റിലേഷൻ എന്നുള്ള സർക്കിൾ കുറച്ചും കൂടെ വൈഡൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിവ് ഇപ്പൊ. അല്ല, അത് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു വിഷയം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതല്ല, നമുക്ക് ഓർഗൻ ഡോൺ ചെയ്യാം, എല്ലാവർക്കും കൊടുക്കാം, ഓർഗൻ എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ ക്ലോസ് റിലേറ്റീവ്സിന് എല്ലാത്തവർക്കുള്ള ചില പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അത് അവരുടെ എൻക്വയറി നടത്തുമ്പോഴുള്ള അതിന് ഫിനാൻസ് അതിന്റെ ബാക്കിലുണ്ടോ, അതിന്റെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയായിട്ടുള്ളത് കുറച്ചുകൂടിയും അതിന്റെ ഗ്രേവിറ്റി അധികമായിട്ടായിരിക്കും അന്വേഷണ പദത്തിൽ ഉൾപ്പെടുക. അതാണ് ബ്ലഡ് റിലേഷനിൽ എല്ലാത്തവർക്കും പറ്റുന്നത്. ബ്ലഡ് റിലേഷൻ ആകുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും മാതാവോ പിതാവോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ചെറുമക്കളൊക്കെ മറ്റു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ ക്ലോസ് റിലേറ്റീവ്, അതുകൊണ്ട് സ്നേഹത്തിന്റെ പുറത്തിൽ കൊടുക്കാൻ വരുന്നതാണ്, പൈസ ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയത്തിലൂടെ കാണും. ആ സംശയം ദൂരീകരിക്കാനാണ് ഇവരുടെ എൻക്വയറി നടത്തുന്നത്, ഇവരുടെ ഫൈൻഡിങ് നടത്തുന്നത്. അതാണ് ഇതിന്റെ ഒരു ആംബിറ്റിൽ വരുമ്പോൾ ഉള്ള ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യമുള്ള സാറേ, ഇതിൻ്റെ അകത്ത് ഡോക്ടേഴ്സിന് ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലേ. കാരണം ഗുഡ് ഫെയ്ത്തിൽ ഒരു ലിവർ ഒരാളുടെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് നിയമത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല. അദ്ദേഹം ഇപ്പൊ പല ഡോക്ടേഴ്സും ഇത് കോടതി കയറി കിടക്കുന്നുണ്ട്. എന്നോട് ഒരുപാട് അത് ഗുഡ് ഫെയ്ത്തിന്റെ കാര്യം അതിന്റെ ഒരു സിറ്റുവേഷൻ വരും. ഒരു ഗുഡ് ഫെയ്ത്തിൽ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം വരിക. അതായത് ഒരു ബ്രെയിൻ ഡെത്ത് വന്ന ഒരാളുടെ ഡോക്ടർക്ക് ഇനിയിപ്പോ അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഞാൻ അതിന്റെ ഒരു ഡാറ്റ ഞാനൊന്ന് വെരിഫൈ ചെയ്തു. അതായത് നമ്മുടെ ഈ മൃതസഞ്ജീവനിയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ കേരള ഡിസീസ്ഡ് പേഴ്സൺസ് ട്രാൻസ്പ്ലാന്റിന്റെ ആ ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ ആ ഡാറ്റ ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതാണ്ട് 2015-16 വർഷത്തിൽ 64-62 ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ വന്നു.
പക്ഷേ ഈ 2021 ഇതുവരെ വന്നിരിക്കുന്ന 5 എണ്ണമാണ്. 2020 18 2019 15. അതായത് 2014-15 തുടങ്ങിയിട്ട് കുറഞ്ഞാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. അതിൽ ഒരു കാര്യം ഉണ്ടാവും, ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഒരു കമ്പർസൺ പ്രൊസീജിയറോ അതിൽ ആപ്നിയ ടെസ്റ്റോ പല പല ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. പിന്നീട് വരുന്നത് അത് ഈ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ചിലപ്പോൾ റിലേറ്റീവ്സിന്റെ സമ്മതം കൂടിയും അവർ വാങ്ങിക്കണമല്ലോ. റിലേറ്റീവ്സ് ഉണ്ടല്ലോ, റിലേറ്റീവ്സ് ഇല്ലാതെ അൺക്ലെയിംഡ് ആയിട്ടുള്ള ചില ബോഡികൾ വരും. അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡികൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ മറ്റോ അതുപോലുള്ള ഏതെങ്കിലും അതോറിറ്റിയിൽ താമസിക്കുന്നവരോ ഡെഡ് ബോഡിക്ക് ആരും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ വരുമ്പോൾ അതിൽ ആ ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർക്ക് ഇങ്ങനെ ഇപ്രകാരത്തിലുള്ള പെർമിഷൻ കൊടുക്കാമെന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു റിസ്ക് ഉണ്ട്. ഏതെങ്കിലും കേസിൽ ഒരു എൻക്വയറി നടത്തേണ്ടതായിട്ടുള്ള ഒരു കേസ് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നുണ്ട്. അപ്പൊ നമുക്ക് എൻക്വയറി നടത്തുന്നതാണ് എടുത്തത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഒരു മരിച്ച ഒരു ബോഡി കിട്ടി, ആ മരിച്ച ബോഡി കിട്ടി, അതിൽ ഒരു ക്രൈം ഉണ്ട്. ആ ക്രൈം നടത്തുമ്പോൾ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട പിന്നീട് ക്രൈം ആണെങ്കിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ കൊണ്ട് ഈ ഓർഗൻ അദ്ദേഹത്തിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിത്തീരും. അങ്ങനത്തെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ല. അത് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവയർനെസ് മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലും മറ്റും ഇൻഫർമേഷൻ കൊടുക്കണം. പക്ഷെ ഏത് കേസിലാണ് പ്രശ്നം പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സാറ് മൃതസഞ്ജീവനിയുടെ പറഞ്ഞല്ലോ, മൃതസഞ്ജീവനിയുടെ ഇതിൽ പിന്നെ നമ്മൾ ഒരു 5,000 റുപ്പീസോളം എനിക്ക് തോന്നുന്നല്ലേ ബാബുഗുരുള്ള സർ, 5,000 അല്ലേ കൊടുക്കണ്ടേ? 5,000 റുപ്പീസോളം DD എടുത്ത് ഒരു ഡോക്ടറുടെ പേരിലാണ് DD എടുത്തിട്ട് വേണ്ടത്തിന് അയക്കുന്നത്. ഇത് സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ കൗണ്ട് കുറയുന്നതിനകത്ത് ഒരു അപ്പാർട്ട് ഫ്രം ദിസ് സീരിയസ് ടോക്ക് ഒരു ജോക്ക് പോലെ എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ കിടക്കുമ്പോൾ പറഞ്ഞത്, ഇവിടെ നോക്കിയിരിക്കേണ്ട, കോയമ്പത്തൂരേക്ക് വന്നാൽ ബ്രെയിൻ ഡെത്തുകളും ആക്സിഡൻറ്റ് ഡെത്തുകളും കൂടുതൽ തമിഴ്നാട്ടിലാണ്. സോ ബെറ്റർ യു കം ദെയർ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് നടക്കാം. ഇവിടെ വില്ലിങ്നെസ് കുറവാണ്, അതുപോലെ ആക്സിഡൻറ്റ്സ് കുറവാണ്. ഞാൻ തിരിച്ചു ചോദിച്ചതും വേളാങ്കണ്ണിക്ക് പോകുന്ന മലയാളികളെ കൊല്ലുന്ന സ്ഥിരം പരിപാടി ഹൈവേയിൽ കൊല്ലുന്ന ഇതിനു വേണ്ടി തന്നെയാണെന്ന് വെച്ചത് പാർട്ട് ഓഫ് ദാറ്റ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അത് ഇവിടെ പക്ഷെ എന്നാൽ ഞാൻ ഈ അന്ന് ആ ഡോക്ടറോട് തന്നെ പറഞ്ഞപ്പോൾ അവർ ഗവൺമെന്റ് ഓഫ് കേരള അങ്ങനെ ഈ 5,000 റുപ്പീസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലോ പേഷ്യന്റ് മരിച്ചു പോലെ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അന്ന് ലീഗൽ സൂം മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ അത് ഉടനെ തന്നെ റീഇംബേഴ്സ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ കെടാവർ കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 5,000 റുപ്പീസ് എന്ത് പർപ്പസിനെ പിന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? യു ആർ ജസ്റ്റ് റിസർവിങ് ദാറ്റ്. ബട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി വേണമെന്ന് പറഞ്ഞു. അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതുവരെ അതായിട്ടില്ല. ഓക്കെ, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഇന്നത്തെ ശ്രദ്ധ, ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധവാൻ ലഭന്തേ ജ്ഞാനം, ശ്രദ്ധയുള്ളവരെ ജ്ഞാനം ലഭിക്കട്ടെ, അറിവ് ലഭിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. എന്നെ ക്ഷണിച്ച ഏവർക്കും നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഫോർ യുവർ സേഫ്റ്റി. ഞാൻ പറയാനുള്ള മറ്റു ജില്ലകളിലും ഉള്ളവരുണ്ടാവാം. ഞാൻ ലീഗൽ സർവീസിന്റെ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിലെ മൊത്തത്തിലുള്ള നമുക്ക് ഹൈക്കോടതിയിൽ കേസ് വരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ അഡ്രസ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 14 ജില്ലയിലും ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റികൾ അതാത് ജില്ലാ കോടതികളുമായിട്ട് അനുബന്ധമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അവിടെ തന്നെയായിരിക്കും മിക്കവാറും ഓഫീസുകൾ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എല്ലാം നമ്പർ തരുന്നത് മോശമല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ അവിടുത്തെ നമ്പർ തരാം. അതല്ലെങ്കിൽ 14 ജില്ലകൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും. അവിടെയും മറ്റും നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഓർഗന്റെ ട്രാൻസ്പ്ലാന്റേഷനിൽ ഇങ്ങനെ ഒരു കേസ് വരുന്ന അവസ്ഥയും അതിനുശേഷം വരുന്ന ഈ പോസ്റ്റ് സർജറിക്ക് ശേഷം വരുന്ന നിങ്ങൾക്കുള്ള കേസുകളുടെ അവസ്ഥകളും മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് വളരെ വളരെ വിഷമങ്ങൾ അനുഭവിച്ചവരായിരിക്കും. ഒരുപക്ഷെ സർജറിക്ക് മുമ്പ് പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉള്ളവർക്ക് സർജറിക്ക് ശേഷം ഇൻകം ചിലപ്പോൾ താഴേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കാം. ഈ ഒരു കേസ് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയിലെ ഷെയർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഷെയറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പാർട്ടീഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ നിത്യജീവിതത്തിലും ഇങ്ങനെ വന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ തീർച്ചയായിട്ടും സമീപിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും?
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കരുതി വെച്ചാൽ നമുക്ക് ഈ മീറ്റിംഗിന്റെ അടുത്ത നടപടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. അടുത്തതായിട്ട് ആശംസകൾ പറയുക എന്നുള്ള ഇതിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഫാദർ ലിജുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ഇന്നത്തെ വിശിഷ്ടാധ്യായിരിക്കുന്നതായ ഓണറബിൾ സബ്ജക്ട് ദേവൻ കെ മേനോൻ സാർ, അതേപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായ ഏവരുമേ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ എനിക്കും ഇടയായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശ്രദ്ധ എന്ന് പറയുന്നതായ ലിംഫോക്ക് ആരംഭിച്ചതായ ഈ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും പത്തനംതിട്ട ജില്ലയുടെ പേരിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ട്രാൻസ്പ്ലാന്റിന് പോകുന്നതായ വ്യക്തികൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ലെവൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഈ ശ്രദ്ധയിലൂടെ നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടന്നത് വെല്ലൂരാണ്. വെല്ലൂർ നടന്നപ്പോൾ എനിക്കും ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ഒരിക്കലും ഒരു വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതേപോലെ ജീവനോടിരിക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞങ്ങൾ അടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരണപ്പെട്ടതായ ഒരു വ്യക്തിയുടെ ചിത്രമാണ്. എന്നാൽ അവിടെ മോർ എന്ന് പറയുന്നതായ ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെടുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് അച്ഛൻ വന്നത്? അന്നേരം പറഞ്ഞു, ഞാൻ ഇതേപോലെ എൻ്റെ ആവശ്യം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഒരു കാര്യമേ അല്ല. ആദ്യം എനിക്ക് തമാശയായിട്ട് തോന്നി, പുള്ളിയോട് ഇച്ചിരി ദേഷ്യം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടീഷർട്ട് പൊക്കി എന്നെ കാണിച്ചു. 2 വർഷത്തിന് മുമ്പ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടന്നതാണ്. അന്നേരം എനിക്ക് വളരെ ആകാംക്ഷയുണ്ടായി. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, പിന്നീട് ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആയിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്നേരം അദ്ദേഹം എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും പറയാനും ഒക്കെയുള്ള പ്രാപ്തിയുള്ളതായ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു മിഷണറിയായി ഫ്യൂട്ടാനിൽ വർക്ക് ചെയ്യാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് പോകുന്നതായ വ്യക്തികളോട് ഒപ്പം ഞങ്ങളും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ ശ്രദ്ധയുടെ പർപ്പസ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളും നിന്നോട് കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രാൻസ്പ്ലാന്റ് പോകുന്ന വ്യക്തി വളരെ ബോൾഡായി തീരുമെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കഴിഞ്ഞ 5 വർഷമായി എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. എന്നാൽ ഈ നാളുകളിൽ എനിക്ക് 100 കണക്കിന് പേരെ മീറ്റ് ചെയ്യാനും അവരോട് സംസാരിക്കുവാനും ഒക്കെ ഇടയാകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ശ്രദ്ധ എന്ന് പറയുന്നതായ ലിംഫോക്കിന്റെ ഈ പ്രത്യേക വിങ്ങിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദേവൻ സാർ പറഞ്ഞതായ ഏറ്റവും വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർഗൻ ഡൊണേഷൻ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നവരെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മൃതസഞ്ജീവനിയുമായിട്ട് കോറിലേറ്റഡ് ആയിട്ട് ഞങ്ങളുടെ പള്ളികളിലൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അവയവദാന സമ്മതപത്രത്തിലൊക്കെ ഒപ്പുവെക്കുന്നതായ ഒരു പ്രൊസീജിയറാണ് ഈ നാടുകളിൽ ഞാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഒരു യാത്ര പോലും പോകാനുള്ള ക്രമീകരണത്തിലായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ എനിക്ക് സാറിനോട് പറയാനുള്ള ഒരു ചോദ്യം, എൻ്റെ ചോദ്യം, ഈ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നതായ സമയത്ത് ഈ റീസെന്റ് ഒരു സംഭവം നടന്നത്, ഇവിടെയുള്ള ഒരാൾ ബ്രെയിൻ ഡെത്ത് ആണ് ഏകദേശം ഓൾമോസ്റ്റ്. എന്നാൽ അവര് സമ്മതിച്ചു, പക്ഷെ ഡോക്ടേഴ്സ് വില്ലിങ് അല്ല. അങ്ങനെയുള്ളതായ ഒരു കേസിൽ എന്ത് ചെയ്യുവാനായിട്ട് പറ്റും? അതൊരു കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാനൊന്നാമത് മെഡിക്കൽ എക്സ്പേർട്ട് അല്ല. എങ്ങനെയാണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിന്റെ പക്ഷെ തീർച്ചയായിട്ടും നിയമത്തിൽ പറയുന്നു, ഞാൻ പറഞ്ഞ പല പല ടെസ്റ്റുകളും ഉണ്ട് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച്. പ്ലസ് നമ്മൾക്കത് എങ്ങനെയാണ് സ്ഥിരീകരിക്കണമെന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ലേമാൻ, അതിനെ സംബന്ധിച്ച് നമ്മൾ ലേമാനാണ്, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ അധികാരമില്ല. ഒരു സംഭവത്തെ കുറിച്ചിട്ട് പറയാൻ അധികാരി മാത്രമേ പറഞ്ഞാലാണ് അത് പ്രോപ്പർ ആവും. തീർച്ചയായിട്ടും ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡിംഗ് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടും വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്തിരിക്കണം.
അത് പിന്നീട് ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് പിന്നീട് ഒരു ഇഷ്യൂ വരുമ്പോൾ ഇവർ പ്രോപ്പർ ആയിട്ടാണോ ഇംപ്രോപ്പർ ആയിട്ടാണോ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് എങ്ങനെയാണ് ഈ പാർട്ടീസ് പറയാ? അത് ഡോക്ടറല്ലേ പറയണ്ടേ? ഡോക്ടർ നടന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് നടന്നു എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക? അത് മറ്റൊരു കൂട്ടം ഡോക്ടർ വന്നു നോക്കിയാലല്ലേ സാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പക്ഷേ ശ്രീ അബ്രഹാം സാറിനും മറ്റും പറയാൻ പറ്റും, മണ്ടാമസിന്റെ അധികാരമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ആർട്ടിക്കൽ 226 ഒക്കെ ഉപയോഗിച്ച് മറ്റൊരു മെഡിക്കൽ പാനൽ വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറയലാണ് ഒരു പോസിബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ പാനൽ ഉണ്ടല്ലോ സാർ, ഓൾറെഡി ഒരു പാനൽ ഉണ്ടെങ്കിലും 3 മണിക്കൂർ ശേഷം വീണ്ടും ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ. അങ്ങനെ പ്രൊസീജിയർ അനുസരിച്ചേ പറ്റുള്ളൂ. അതായത് ഡോക്ടേഴ്സ് ത്രൂ ഔട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു സംശയം വരുന്നത്. ഡോക്ടേഴ്സ് ഓക്കെ പാനൽ മാറി അടുത്ത പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തോ അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഡോക്ടേഴ്സ് ത്രൂ ഔട്ട് പറയുന്നു എങ്ങനെയാണ്, പക്ഷെ നമ്മളത് സ്വീകരിച്ചു. ഇത് അവർ ചുമ്മാ നമ്മുടെ കയ്യിൽ നിന്നുള്ള പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നത്. ഓൾറെഡി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. എങ്ങനെയാണ് ഒരു പുറത്തുള്ള ഒരാൾക്ക് പറയാൻ പറ്റുക? മെഡിക്കൽ എക്സ്പേർട്ട് അല്ല, ഡോക്ടേഴ്സ് തന്നെയാണ് പറയേണ്ടത് അതിനെ കുറിച്ചിട്ട്, അല്ലേ? അടുത്തതായി മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് ചെയർമാനായ ശ്രീ രാജേഷിന് ആശംസകൾക്ക് ക്ഷണിക്കുന്നു. രാജേഷ് കുമാർ. രാജേഷ് ഇല്ലേ? ഇല്ലെന്നാ തോന്നുന്നത് സാർ, ഇല്ലെന്ന്. രാജേഷ് പോയി കേട്ടോ. രാജേഷ് പോയോ? ബാബു സാർ. അടുത്തതായിട്ട് ആലപ്പുഴ എന്തോ ജോഷിലാലായിരുന്നു. എന്തെങ്കിലും സംശയമാണോ ജോഷി? നമ്മൾ ഈ റീഇംബേഴ്സ്മെന്റ് തന്നിട്ട് പിന്നീട് അത് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സബ് ജഡ്ജിന്റെ ഒരു ചോദിക്കാൻ വേണ്ടിയായിരുന്നു. മെഡിക്കൽ അഡ്വാൻസ് സർക്കാർ ഞാനൊന്ന് സാർ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് തുക ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു നിശ്ചിത തുക തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ സർജറി എല്ലാം കഴിഞ്ഞ് കാശ് ചെലവായി കഴിയുമ്പോഴാണ് സർക്കാരിൽ നിന്ന് പറയണ ഇത്ര രൂപ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല, അത് കൂടുതൽ തുക കൊടുക്കും ഇവർക്ക്. പിന്നീട് പറയും ഇത്രയും രൂപ തിരിച്ചടയ്ക്കണം, ഇത്ര രൂപ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല ഇഷ്യൂസും പല ആളുകൾക്കുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഈ ലീഗൽ സർവീസസ് ഇതുവഴി എന്തെങ്കിലും ലീഗൽ നടപടികൾക്ക് സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു പക്ഷേ എനിക്ക് മനസ്സിലായത്, ഒരു പക്ഷേ അദ്ദേഹം ചോദിച്ചങ്ങനെയല്ല. റീഇംബേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞ റീഇംബേഴ്സ്മെന്റിനെ കുറിച്ചിട്ട്. അത് സഞ്ജീവനിയുടെ റീഇംബേഴ്സ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇതുവരെയുള്ള ചർച്ചയിൽ വന്നത്. 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഇംബേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് നേരത്തെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം ഇതായിരിക്കും. മെഡിക്കൽ എല്ലാ ഗവൺമെന്റ് സ്റ്റാഫിനോ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കോ ഒരു മെഡിക്കൽ ബെനിഫിറ്റ് എന്ന രീതിയിൽ അവർക്ക് സഹായം നൽകുന്നു. അത് ആ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ആദ്യം നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ നടത്തുന്നു, അതിനുശേഷം റീഇംബേഴ്സ്മെന്റ് നടത്തുന്നു. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസിന് ആദ്യം തന്നെ പണം കൊടുക്കുന്നു, അത് തിരിച്ചു വാങ്ങിക്കുന്നു എന്നതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു അവരെങ്ങനെയായിരിക്കാം, ഗവൺമെന്റ് എങ്ങനെയായിരിക്കാം, എത്ര ശതമാനം രൂപയായിരിക്കും തിരിച്ചു വാങ്ങിക്കാമെന്നായിരിക്കും ആദ്യം ചിന്തിക്കുക. കൊടുക്കുമ്പോൾ സാധാരണ ഞങ്ങളെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് ആദ്യം നമ്മൾ പണം ചെലവാക്കുന്നു. നമ്മൾ പണം ചെലവാക്കി ചികിത്സ നടത്തിയതിനു ശേഷമാണ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചോദിക്കുന്നത്. റീഇംബേഴ്സ്മെന്റ് ചോദിക്കുമ്പോൾ ചില സ്പെസിഫിക് കാറ്റഗറികൾ പറഞ്ഞിട്ടുണ്ടാവും. ചില എക്സ്പെൻസസ്, ഇപ്പോ ബൈസ്റ്റാൻഡർ എക്സ്പെൻസസ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുന്ന പല പല കാറ്റഗറികളായിട്ടുണ്ടാവും. മെഡിസിന് കിട്ടാം, അല്ലെങ്കിൽ ഡോക്ടറുടെ ആ സർജറിക്ക് വരുന്ന എക്സ്പെൻസ് കിട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കിട്ടാം. പക്ഷേ നമ്മൾ ലക്ഷറിയസ് എന്നുള്ള രീതിയിൽ ചെലവാക്കുന്നതിൽ അവർ മിക്കവാറും അത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. ഏതാണ് ലക്ഷറി അല്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടേണ്ടി വരും. അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ അങ്ങനെയാണെങ്കിൽ ലീഗൽ സർവീസിന് കേസ് കൊടുക്കലായിരിക്കും അതിനകത്തൊരു ഓപ്ഷൻ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ പെർമനന്റ് യൂട്ടിലിറ്റി, പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആയിട്ടുള്ള പെർമനന്റ് ലോക അദാലത്തിലോ മറ്റോ സമീപിക്കാൻ പറ്റുമോ നോക്കേണ്ടി വരും. പെർമനന്റ് ലോക അദാലത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളത്തുണ്ട്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ കേസ് കൊടുത്തിട്ട് അവരുടെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് ഈ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ യൂട്ടിലിറ്റിയിൽ വരുന്നതിലാണോ എന്ന് നോക്കണം. എനിക്ക് പറയാൻ കഴിയില്ല അതിന് കൃത്യമായിട്ട്. അത് കൃത്യമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് സാധാരണ ഈ അറിയാലോ, ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ ഒരു 20 ലക്ഷത്തിന് മേലേക്ക് വരും.
അപ്പൊ ഗവൺമെന്റ് ആദ്യം ഇവർക്ക് അഡ്വാൻസ് ചെയ്യുന്നത് ഏതാണ്ട് 18 ലക്ഷം രൂപ 20 ലക്ഷത്തിന് രൂപയുടെ അടുത്താണ് അഡ്വാൻസ് ചെയ്യുന്നത്. പക്ഷെ സർജറി എല്ലാം കഴിഞ്ഞ് ഈ കാശെല്ലാം ചെലവായി അതിന് അപ്പുറം കാശ് ചെലവായിട്ടായിരിക്കും ഇവരിയ്ക്കുന്നത്. ആ സമയത്താണ് ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് 9 ലക്ഷം അനുവദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 11 ലക്ഷം അനുവദിക്കാൻ പറ്റുള്ളൂ, ബാക്കി കാശ് തിരിച്ച് ഉടനെ തന്നെ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് മെമ്മോ വരുന്നത്. അതായത് ഞാനിപ്പോ മെഡിക്കൽ അഡ്വാൻസ് വാങ്ങിയ ആളാണ്, ഗവൺമെന്റ് സർവീസിലായിരുന്നു. 18 ലക്ഷമാണ് എനിക്ക് അഡ്വാൻസ് തന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ മാർച്ചിൽ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ആണ് ഇത് എലിജിബിൾ എമൗണ്ട് കണക്കാക്കുന്നത്. അപ്പൊ ആ എലിജിബിൾ എമൗണ്ട് കണക്കാക്കുമ്പോൾ തന്നെ പലപ്പോഴും ഈ ഗവൺമെന്റ് റേറ്റ് ആണ് പല കാര്യങ്ങൾക്കും അത് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എങ്ങും നടത്തുന്നില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമാണ് നടത്തുന്നത്. അപ്പൊ അവര് ചാർജ് ചെയ്യുന്ന ചാർജ് പലപ്പോഴും തരാറില്ല. അങ്ങനെയാണ് ഈ തരുന്നത്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനേക്കാൾ അവർ കുറച്ച് തരുന്നത്. ഇപ്പൊ അത് കൂടാതെ ഈ കഴിഞ്ഞ മാർച്ചിലൊരു ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് എലിജിബിൾ എമൗണ്ട് ആണെന്ന് പറയുന്ന തുകയുടെ 80% മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും കൂടി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ മാർച്ചിന് ശേഷം അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷനും കൂടി ഈ എമൗണ്ടുകളിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിപ്പോ ചലഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്രോപ്രിയേറ്റ് അതോറിറ്റി മുമ്പിൽ അല്ലെങ്കിൽ കോടതികളിലോ ഹൈക്കോടതിയിലോ ചലഞ്ച് ചെയ്യലാണ് അതിലൊരു പ്രോസസ്. അങ്ങനെയാണ്. അബ്രാം സാറിന് എന്തെങ്കിലും അഭിപ്രായം? അദ്ദേഹം ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. നിവൃത്തിയില്ലെങ്കിൽ ചെയ്താൽ മതി. ആകുന്നത്രയും അവിടെ നിങ്ങളുടെ ഹയർ അതോറിറ്റിനെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് തന്നെ. കാരണം ആദ്യത്തെ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് പുറകോട്ട് പോകാൻ പറ്റൂലേ. നിങ്ങൾ റെപ്രസെന്റേഷൻ ആദ്യം കൊടുക്കണം. അല്ലാതെ നമ്മൾ നേരിട്ട് ഹൈക്കോടതി പോയാൽ ആരും എന്റർടൈൻ ചെയ്യില്ല. ഇത് വെച്ചേക്കുന്നത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നത്. മറ്റേത് നിലവിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അവർ നമ്മൾ ഈ ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പല കാര്യങ്ങളിലും അവർ വെട്ടിക്കുറച്ച് നമ്മൾ ചോദിക്കുന്ന തുകയേക്കാൾ വളരെ കുറച്ചായിരിക്കും തിരിച്ചു തരുന്നത്. ഈ 18 ലക്ഷം തന്നെ ചിലപ്പോൾ നമുക്ക് ഈ അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ആർക്കും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചതിൽ പലർക്കും 14 ലക്ഷമൊക്കെയാണ് അവസാനം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ഇതാരും ചെയ്തിട്ടില്ല. പിന്നെ ഇതിപ്പോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ല, അത് നമുക്ക് ടേക്കപ്പ് ചെയ്യാം. ഈ സംഘടന ടേക്കപ്പ് ചെയ്താൽ മതി അത്. കാരണം അത് മിനിസ്റ്ററുടെ ആദ്യം റെപ്രസെന്റേഷൻ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അതിന്റെ ഗവൺമെന്റ് ഓർഡറൊക്കെ ജോസി ഒന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സംഘടനയുടെ രീതിയിൽ അത് പുട്ടപ്പ് ചെയ്താൽ ഒരു സ്ട്രോങ്നെസ് ഉണ്ടാവും. ഇത് അല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിനെ സമീപിക്കുക. അതേ നിവൃത്തിയുള്ളൂ. അത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട റെപ്രസെന്റേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക സർക്കാരിന്. അതിനുശേഷം നമ്മൾക്ക് ഇത് ഹൈക്കോടതി രക്ഷയുള്ളൂ. സാറേ, ഞാനിതുപോലെ ഇപ്പോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എന്റെ റീഇംബേഴ്സ്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ 24 ലക്ഷം രൂപയുടെ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ 80% 4,80,000 രൂപ എനിക്ക് അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പാസ്സായി വന്നു. ഇപ്പൊ അതിൽ നിന്നും കുറച്ച് എനിക്കിപ്പോ 10,40,000 രൂപയാണ് ഇപ്പൊ അന്തിമമായിട്ട് പാസ്സായി വന്നിരിക്കുന്നത്. അത് പകുതി എമൗണ്ട് പോലും 50% പോലും 24 കൊടുത്തിട്ട് 14 ലക്ഷം ഡിസ്കൗണ്ട് ചെയ്തിട്ട് 10 ലക്ഷം രൂപയാണ് എനിക്ക് പാസ്സായി വന്നിരുന്നത്. 10,40,000 രൂപ. എനിക്ക് പാസ്സാകുന്ന 9 ലക്ഷം ഉള്ളൂ സാറേ. അത് വീണ്ടും കുറഞ്ഞു. അതാണ് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത്. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ നമ്മളിത് ഹോസ്പിറ്റലിൽ കൊടുത്തു ആ പൈസ. അതെ, 25 ലക്ഷം രൂപ 18 ലക്ഷം രൂപയിൽ മേൽ തുകയായ നമ്മള് വീണ്ടും ഗവൺമെന്റിന് ഇപ്പൊ എന്റെ വൈഫിന്റെ പുള്ളിക്കാരി ഗവൺമെന്റ് ഐ ടിയിൽ സീനിയർ ഇൻസ്പെക്ടർ ആണ്. അദ്ദേഹത്തിന് 18 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇപ്പൊ 9 ലക്ഷം രൂപ എല്ലാ മാസവും 3,000 രൂപ ഗഡുക്കളായിട്ട് തിരിച്ചു പിടിക്കുക ഗവൺമെന്റ്. അതെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പാസ്സാക്കുന്ന ആ ഒരു 80% എങ്കിലും അതിൽ നിന്ന് വിട്ട് കുറയ്ക്കാന്ന് പറഞ്ഞ ഒരു അന്യായം തന്നെയാണ്. അതെങ്കിലും കൊടുക്കുന്ന രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ശ്രദ്ധയുടെ ഇനാഗ്രേഷൻ ദിവസം തന്നെ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു വലിയൊരു മാറ്റർ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ എത്രമാത്രം ആക്റ്റീവ് ആണെന്ന് അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, ഇനി അടുത്ത ആശംസകൾ അറിയിക്കുന്ന അടുത്ത ആളെ ക്ഷണിക്കുകയാണ്.
പറയൂ. എന്റെ സർജറി കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. എന്റെ വൈഫ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോ ഗവൺമെന്റ് ആശ്രിതർ എന്നുള്ള നിലയിലാണ് ഞാൻ 18 ലക്ഷത്തിന് അന്ന് കൊടുത്തത്. 3 കൊല്ലം കഴിഞ്ഞു അത് കിട്ടി. 5 ലക്ഷമാണ് 5 ലക്ഷം കിട്ടിയില്ല, 4.25 സംതിങ് കിട്ടിയത്. അപ്പോ അവര് ഞാന് ഡയറക്ടർ ഓഫ് ഹെൽത്തിലൊക്കെ പോയി, ഞങ്ങൾ ഇവിടുന്ന് പോയി. അപ്പൊ പറയുന്നത് വെച്ചാല്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന അവർക്ക് എഴുതിയേക്കണ ആ പൈസ ഇല്ല, സർജറിക്ക് കൊടുത്ത കാശ്. പിന്നെ ഇഞ്ചക്ഷന്റെ കാശ് തരും, സിറിഞ്ചിന്റെ കാശ് തരില്ല, നീഡിലിന്റെ കാശ് തരില്ല. അങ്ങനെയുള്ള ഓരോന്ന് വെട്ടി ചുരുക്കിയാണ് 4.25 ലക്ഷം രൂപ തന്നത്. പിന്നെ ജീവൻ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ കിട്ടിയത് മേടിക്കൊണ്ട് പോകുന്നുള്ളൂ. ഇനി അതിനെതിരെ നമുക്ക് കേസോ എന്തെങ്കിലും ഫയൽ ചെയ്യാൻ ഈ ലീഗൽ സർവീസ് അതോറിറ്റി വഴി 6 കൊല്ലം കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ, കൊടുത്താൽ കിട്ടുമോ ഇല്ലയോ? അത് അന്വേഷിക്കേണ്ടി വരും. നിങ്ങൾ ബന്ധപ്പെട്ട ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം, അല്ലെങ്കിൽ എബ്രഹാം സാർ ത്രൂ സമീപിക്കാവുന്നതാണ് ലീഗൽ സർവീസ് അതോറിറ്റി. വൈഫ് റിട്ടയർ ആയി. സാർ ഇതിന്റെ പ്രശ്നം നമ്മള് ഹൈക്കോടതി നമ്മള് അപ്പൊ ആ ഡോക്ടർ, ലേഡി ഡോക്ടർ പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഗവൺമെന്റ് ഓർഡർ ഇങ്ങനെയാണ്. ഞങ്ങൾ പലതവണ മീറ്റിംഗ് പോകുമ്പോഴും മിനിസ്റ്ററോടും കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവരൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്ന് പറയണേ. കാരണം പുട്ടിന്റെ കലം മേടിച്ചു കൊടുത്ത് കുളം മേടിച്ചു കൊടുത്താലേ പുട്ടുണ്ടാക്കി തരുള്ളൂ എന്ന് പറയാൻ എന്താ അർത്ഥമുള്ള? പിന്നെ എന്താ സർവീസ് എന്നാ പറയണേ? നമ്മൾ കൊടുത്ത കാശാണ് അത്. അപ്പൊ അങ്ങനെ അത് പോയി ലോസ്. നിങ്ങൾ ഇപ്പൊ സാറിനൊക്കെ ഇപ്പൊ 9 ലക്ഷം കിട്ടിയ പറഞ്ഞ ഭാഗ്യം, നമ്മൾ 18 കൊടുത്തിട്ട് 4.25 1/4 കിട്ടിയത്. ജീവൻ കിട്ടിയതുകൊണ്ടുള്ള ഭാഗ്യം, അത്രേ ഉള്ളൂ. സന്തോഷം. ഓക്കെ സാർ. അല്ല, നമ്മുടെ ഈ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സർവൻസ് മാത്രമല്ലല്ലോ, സാധാരണക്കാരുണ്ടല്ലോ. അവരെങ്ങനെ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങളെ പോലുള്ളവര് ഫുള്ള് കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ചെലവാക്കിയ ആളുകളാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ പക്ഷെ അവർക്ക് ലീഗലി കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. എനിവേ, ശ്രീ എക്സിക്യൂട്ടീവ് അംഗവും ഇപ്പോഴത്തെ ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീകുമാറിന് ആശംസകൾ പറയുവാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ജഡ്ജ് ദേവൻ കെ സാർ, ലിഫോക്കിന്റെ സാരഥികളെ, നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ ഒരു കാര്യത്തിന് എന്തായാലും മിക്കവാറും തീരുമാനം ഉണ്ടായിരിക്കും, മെഡിക്കൽ അഡ്വാൻസിനെ സംബന്ധിച്ചുള്ളത്. അതിനെപ്പറ്റി ഏറ്റവും അവസാനം ഞാൻ പറയാം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. എനിക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ ശ്രീ അനിൽകുമാർ, അതായത് കുമരം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ്, അദ്ദേഹത്തിനെയാണ് എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയാണ്. അദ്ദേഹത്തിനെ നേരെ പോയി കണ്ടു. അദ്ദേഹമാണ് എനിക്ക് എന്താണ് ഇതിൻ്റെ സർജറിയുടെ ഉദ്ദേശം എന്നെല്ലാം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നുകൊണ്ട് എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ടാണ് വന്നു. പക്ഷേ അതിന് മുമ്പ്, എനിക്ക് സർജറിക്ക് മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഞാൻ എൻ്റെ വാല്യൂസ് എല്ലാം, ഞാൻ ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത്, കോട്ടയം ജനറൽ ആശുപത്രിയിലെ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രികളിലെല്ലാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിലെ ഒരു പ്രിൻസിപ്പൽ, പ്രൊഫസർ, മെഡിസിൻ പ്രൊഫസർ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് നോക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് നയിച്ചത്. അദ്ദേഹം പറഞ്ഞു, 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒരു 5-6 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് ലിവർ കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിനായിരിക്കും. അതുകൊണ്ട് ആ ഒരു നിങ്ങളുടെ മക്കളെ വിടുന്നുണ്ടെങ്കിൽ, ഡോക്ടറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് മാത്രമേ തിരിക്കാവുള്ളൂ. അതായത് ഗ്യാസ്ട്രോഎൻട്രോളജി ആ ഒരു വിഭാഗത്തിലേക്ക് തിരിക്കാവുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രവചനം പോലെ പറഞ്ഞാണ്, അത് വളരെ കറക്റ്റാണ്. പിന്നെ നമ്മുടെ വിനു സാർ പറഞ്ഞ ഒരു കാര്യം, വിനു സാർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇക്കാര്യത്തിൽ രണ്ട് കാര്യമാണ് ഏറ്റവും ഈ ഒരു സംഭവത്തിന് മുന്നോട്ടിറക്കാൻ രണ്ട് കാര്യം. നമുക്ക് നല്ല ആത്മധൈര്യം ഉണ്ടായി, പിന്നെ കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട്. ചെറിയൊരു സപ്പോർട്ടല്ല, ഒരാൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് കേൾക്കുമ്പോൾ തന്നെ ബന്ധുക്കളെല്ലാം കൂടും കിടക്കെ എടുത്ത് പോകും. 5 പൈസയുടെ സഹായം കിട്ടുമല്ല. നമുക്കൊരു കരള് തരണേലോ അല്ലെങ്കിൽ നമുക്കൊരു ഉപദേശം തരണേലോ നമ്മളെ ഒന്ന് സഹായിക്കാനോ ഒന്നും ചിലപ്പോൾ ആരും കണ്ടെന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഭാര്യയും മക്കളും അച്ഛൻ അമ്മ ഇത്രയും പേരെ നമ്മൾ 100% അവരുടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇതിനെ ശക്തമായിട്ട് തരണം ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലരും എന്നെ വിളിച്ച് ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും എന്താണ് ട്രാൻസ്പ്ലാന്റ് എന്നും ട്രാൻസ്പ്ലാന്റ് അതിന് ശേഷവും മുന്നേ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം പറഞ്ഞു. ഞാൻ അവർക്കെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ഇതിനകത്തൊക്കെ എനിക്ക് ഏറ്റവും
എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 കിലോമീറ്റർ നടക്കുന്നതാണ് രാവിലെ ഈ ട്രാൻസ്പ്ലാന്റിന് ശേഷം. അതാണ് ഞാൻ ശരിക്കും അന്ന് അതിനു മുമ്പും ഇതുണ്ടായിരുന്നു, എക്സസൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ നടപ്പെന്നുള്ളൊരു ശീലം തുടങ്ങിയത് ട്രാൻസ്പ്ലാന്റിന് ശേഷമാണ്. എൻ്റെ ഡോക്ടർ പറഞ്ഞു കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ശരീരത്തിന് ബലം വേണമെങ്കിൽ, കാലുകൾക്കും പേശികൾക്കും ബലം വേണമെങ്കിൽ നടപ്പാണ് ഏറ്റവും നല്ല വ്യായാമം. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്നെ ഒരു മനുഷ്യൻ വിളിച്ചു. എറണാകുളത്തുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം വർഷങ്ങളായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ച് നാട്ടിൽ വന്നതാണ്. നാട്ടിൽ വന്നിട്ട് പുള്ളി 1.5 വർഷമായിട്ട് സപ്ലിമെന്റ്സിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ സർജറി ചെയ്യാൻ പേടി, സർജറി ചെയ്യാൻ ചത്തുപോകും. ഞാൻ 1 മണിക്കൂർ ആ നടത്തത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ആ മനുഷ്യൻ സർജറിക്ക് വില്ലിങ് ആക്കി. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ ഭാര്യയുടെ ഫോൺ കൊടുക്കുക, മക്കളുടെ ഫോൺ, എല്ലാവരുടെയും ഫോൺ കൊടുത്ത് 1 മണിക്കൂർ എൻ്റെ ആ ഒരു നടപ്പന്ന് സഫലമായി. ആ ഒരു മനുഷ്യനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അദ്ദേഹം ഇപ്പോൾ എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. വളരെ എന്നോട് പറയും, നിങ്ങളെ എനിക്ക് സ്നേഹം, എനിക്ക് നിങ്ങളോടുള്ള നന്ദി എനിക്ക് പറയാൻ പറ്റുമല്ല, അതുപോലെ നിങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിയാണെന്ന്. കാരണം ഞാൻ പറയാൻ, നമ്മളിങ്ങനെ ഓരോരുത്തരും നമ്മളെ വിളിക്കുന്നവരെ സ്വാധീനിക്കുന്ന വ്യക്തികളാക്കി മാറ്റണം. കാരണം എന്നാ കാര്യം വെച്ചാൽ, നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ അവരെ ബാക്കപ്പ് ചെയ്ത് തന്നെ നിൽക്കണം. അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായി കണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളായി കണ്ട് നമ്മൾ അവരെ ബാക്കപ്പ് ചെയ്യണം. എന്നാലേ ഉള്ളൂ ഈ ശ്രദ്ധ എന്നുള്ള ഗ്രൂപ്പിന്റെ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മൾ ബാക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിയമപരമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു എൻ്റെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞോട്ടെ. അതായത് 18 ലക്ഷം രൂപയാണ് എനിക്ക് അഡ്വാൻസ് കിട്ടിയ മെഡിക്കൽ. ഞാൻ സർക്കാർ ജീവനക്കാരനാണ്. എനിക്ക് മെഡിക്കൽ അഡ്വാൻസ് 18 ലക്ഷം രൂപ കിട്ടി. അതിൽ 11,49,000 രൂപയോളം എനിക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് പാസ്സാക്കി തന്നു. ഈ പാസ്സാക്കി തന്നതിന് ആദ്യം പാസ്സാക്കുന്നത് 1.5 ലക്ഷം രൂപയായിരുന്നു. അത് ജോഷ്ലാലിന് അറിയാം. ജോഷ്ലാലിനെ എനിക്ക് പാസ്സാക്കി ഈ പൈസ കൂട്ടിക്കിട്ടിയ അതിൻ്റെ സൂത്രവാക്യമൊക്കെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. കാരണം ഞാൻ ആ ഒരു വഴിക്ക് പോയതുകൊണ്ട് അവരോട് കർശനമായിട്ട് പിടിച്ചുകൊണ്ട് എനിക്കൊരു 5 ലക്ഷം രൂപയുടെ കൂട്ടി എനിക്ക് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടുള്ളൂ. എനിക്ക് കിട്ടാനുള്ള കാര്യമാണ് എത്രയും കൂട്ടി കിട്ടാനുള്ള കാര്യം. ഇത് നമ്മളെ സർക്കാർ കണക്കാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ സിറിഞ്ചിന്റെ കാശില്ല, മരുന്നിന്റെ കാശേ ഉള്ളൂ. അതൊക്കെ 100% കറക്റ്റാണ്. ഇവര് കണക്കാക്കുന്നത് വേറെ രീതിയിലാണ്. അത് പറയാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ അത് എൻ്റെ വോയിസ് മെസ്സേജ് ആയിട്ടിടാം. പക്ഷെ അപ്പം നമ്മളെ ഈ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ എയ്ഡ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ എയ്ഡ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും ഇതിനൊക്കെയുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്. ഈ സാമ്പത്തിക സഹായത്തിനെ പറ്റിയും നമ്മൾ ഈ ശ്രദ്ധ എന്നുള്ള ഗ്രൂപ്പ് വഴി നമ്മൾ അറിയിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറായ ശ്രീ സാജനാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ ഈ ഗ്രൂപ്പിലുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്ത ലിഫോക്കിന്റെ എല്ലാ മെമ്പർമാരും അവരൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തന്നെ കഴിവുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശ്രദ്ധ എന്നുള്ള ഗ്രൂപ്പിന് എല്ലാ ഭാഗങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോട്ടയം ജില്ലയുടെ ഭാഗത്തുനിന്നും നേരുന്നു. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. അടുത്തതായി സ്റ്റേറ്റ് ലൈസൺ ഓഫീസർ അഡ്വക്കേറ്റ് ഭുവനേന്ദ്രൻ നായരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആരാധ്യനായ സബ് ജഡ്ജ് ശ്രീ ദേവൻ കെ മേനോൻ സാറ്, നമ്മുടെ ഹൈക്കോടതിയിലെ പ്രശസ്ത അഭിഭാഷകൻ ശ്രീ എബ്രഹാം സാറ്, നമ്മുടെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ വിനു നായർ, നമ്മുടെ ചെയർമാൻ, നമ്മുടെ രക്ഷാധികാരി, മറ്റ് ബഹുമാന്യ വ്യക്തികളെ, ഇവിടെ നമ്മളിപ്പോ ഇന്ന് നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞ നമുക്ക് ലിഫോക്കിന്റെ ഒരു മെയിൻ ഗ്രൂപ്പുണ്ട്. അത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ളവർക്കുള്ളതാണ്. ആ ഗ്രൂപ്പില് ഒത്തിരി പേര് ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, അവരുടെ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളോട് ഓരോരോ വോയിസ് ഇട്ട്, ലിഫോക്ക് കൊണ്ടും ഒക്കെ വോയിസ് ഇട്ട് ചോദിക്കുന്നു. നമ്മളാൽ കഴിയുന്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പലരും നമ്മളെ വിളിക്കാറുണ്ട്. ചിലര് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് അതിന്റെ റിസൾട്ട്, ലാബ് ടെസ്റ്റ് എടുത്ത റിസൾട്ട് ചിലപ്പോൾ നമുക്ക് അവരുടെ ഒരു ആത്മവിശ്വാസത്തിനോ ആത്മധൈര്യത്തിനോ വേണ്ടിയിട്ട്
തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് അയച്ചു തരാറുണ്ട്. മറ്റു ചില ജില്ലയിൽ ചില ആളുകളൊക്കെ അയച്ചു തരാറുണ്ട്. അവർക്ക് ഇത്രയുള്ളത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അത് ശരിയാണോ? ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഇപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ നമ്മുടെ തിരക്കുള്ള ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കിയിട്ട് പറയാം കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അവർക്കതൊരു സാറ്റിസ്ഫാക്ഷൻ പറ്റാതെ. അതുപോലെ നമ്മൾ ഈ ശ്രദ്ധാ ഗ്രൂപ്പിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്ക് അവർക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അല്ലെങ്കിൽ ഒരു വേദി ഇല്ലാതെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഈ വേദി ഉണ്ടാകുന്നതോടുകൂടി അവരുടെ സംശയ ദൂരീകരണം. ഇപ്പോ എൻ്റെ ജില്ലയിൽ ഈ പറഞ്ഞവര് തിരുവനന്തപുരം ജില്ലയിൽ ചില ആളുകൾ ഈ പറഞ്ഞൊരു ഭാര്യയാണ്, ഭർത്താവിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഭാര്യയ്ക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളുണ്ട്. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുടെ ഭാര്യ തന്നെയാണ് ലിവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ഇവരെ വിളിച്ചിട്ട് സംസാരിച്ച് ഈ പറഞ്ഞ ശ്രീകുമാർ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം സംസാരിച്ചപ്പോൾ അവർ ഇത്രയേ ഉള്ളൂ കാര്യം, എന്നാ പിന്നെ ഞാൻ തയ്യാറായിക്കാം. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പിൽ മെയിനായിട്ട് വേണ്ടത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് കൊണ്ട് മാത്രം തന്നെ പലവരും തയ്യാറാകാതെ നിൽക്കുന്ന പല ആളുകളും തയ്യാറാവും. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ ചുരുക്കി ഒരു 1-2 മിനിറ്റ് എടുക്കുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞവർ ഇപ്പൊ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരും അല്ലെങ്കിൽ ലിവർ ഡിസീസിൽ ട്രാൻസ്പ്ലാന്റിന്റെ വക്കിൽ പോകാൻ നിൽക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മെയിനായിട്ട് 2 തരം ലിവർ ഡിസീസാണ് നമുക്കിവിടെ കാണുന്നത്. ഒന്ന് ആൽക്കഹോളിക് ആണ്, ഒന്ന് നോൺ ആൽക്കഹോളിക് ആണ്. അപ്പൊ ഈ ആൽക്കഹോളിക്കില് പിന്നെ വേറെ കാര്യമൊന്നുമില്ല, ആൽക്കഹോൾ നിർത്തവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് ഈ പറഞ്ഞതുമായിട്ടുള്ള എക്സസൈസ്, നമ്മൾ ആഹാര നിയന്ത്രണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഈ ഫാറ്റിന്റെ ഈ അൺഡിസൈറബിൾ ഫാറ്റ് ലെവലൊക്കെ കുറച്ചു കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്നും ട്രാൻസ്പ്ലാന്റിലേക്ക് പോകാതെ തന്നെ കുറച്ച് നാൾ നിൽക്കാൻ പറ്റും. ചിലപ്പം ട്രാൻസ്പ്ലാന്റ് ഒഴിവാക്കാനും പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റു പലർക്കും ആവശ്യം ഒറ്റയടിക്ക് ചോദിക്കുന്നത് ലിവർ കിട്ടാൻ സാധ്യതയുണ്ടോ? ഒറ്റ ചോദ്യമാണ്. പിന്നെ ഇതിന് സാമ്പത്തിക സഹായം കിട്ടുമോ? ഈ 2 ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിനൊരു കട്ടൻ ഡ്രൈ ആയിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റൂല. പക്ഷേ പരമാവധി അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി മൃതസഞ്ജീവനി അവിടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നാൽ ചിലപ്പോൾ കിട്ടും. ചിലർ പറയുന്ന അന്യ സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടെ എളുപ്പം കിട്ടും എന്ന് പറയും. അതുമൊക്കെ വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അതിന് സഹായം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഗവൺമെന്റിൽ നിന്ന് തന്നെ സഹായം കിട്ടുന്ന ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് 10 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്ന് കിട്ടുന്ന കേസുകളുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്തുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ ജനപ്രതിനിധികൾക്കാണെങ്കിൽ അവർ ചെയ്യുന്നതിന് മൊത്തം തുകയും കിട്ടിയിട്ടുള്ള കേസുകളുമുണ്ട്. അവിടെ പിന്നെ ഒരു കട്ടിങ്ങും ഇല്ല, അങ്ങനെ കിട്ടിയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കൂടുതൽ സംശയങ്ങൾ ഇതിനകത്ത് സമയമെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പരമാവധി സഹായങ്ങൾ മറ്റേ ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം വന്ന നമ്മുടെ ഇബ്രാഹിം സാറും അതുപോലെ തന്നെ വിനു ബി നായരും അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട സേവന സന്നദ്ധനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ സബ് ജഡ്ജും ഒക്കെ ഇവിടെ ഈ ഇതിലൊക്കെ ഉണ്ടാകും, അവരുടെ സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്തായി സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ മോഹനചന്ദ്രനെ ആശംസകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗ ഉദ്ഘാടകൻ ദേവൻ സാർ, ചെയർമാൻ അധ്യക്ഷൻ മറ്റുവിരുപ്പ് സാർ, പോലീസ് സെക്രട്ടറി, ട്രഷറർ, രക്ഷാധികാരി, മറ്റംഗങ്ങളെ, നമ്മളിപ്പോൾ ശ്രദ്ധ എന്ന ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അത് ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ലിവർ മാറ്റിവെച്ചവർക്കുള്ള സഹായങ്ങളെ തുടർ ചികിത്സക്കുള്ള സഹായങ്ങളാണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് സംഘടന തീരുമാനിച്ച് വളരെ അഭിനന്ദനമുണ്ട്. ഇതിന് മുൻകൈ എടുത്ത ബാബുള്ള സാറിനും മനോജ് സാറിനും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം സജീവമായിട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു.
നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ സമയം ഇച്ചിരി നമ്മൾ പ്രതീക്ഷിച്ചതിലും നീണ്ടുപോയി. എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകളിൽ കൂടെ ഷെയർ ചെയ്താൽ നമുക്ക് അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ദിലീപ് ഗാന്ധിയെ ക്ഷണിക്കുന്നു. ദിലീപ് ഇല്ല കേട്ടോ, ദിലീപ് പോയി. ദിലീപ് ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ മൂർത്തി സാറിനെ ക്ഷണിക്കുന്നു നന്ദി പറയുന്നതിന്. വളരെ ചുരുക്കി പറയുകയാണ്, ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. വോയിസ് കട്ടായതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് വളരെ ഗുണകരമായിരുന്നു. പല സംശയങ്ങളും നമ്മളുടെ തീർക്കാൻ പറ്റി, പല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റി. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ദേവൻ സാറിന് താങ്കളുടെ മേഖലയില് പല ഉപദേശങ്ങളും നമുക്ക് തരാൻ പറ്റി. നമുക്ക് ഇനിയും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം സംവദിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്താൽ അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശ്രദ്ധ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അനേകം ആളുകൾക്ക് സാന്ത്വനമേകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം സാർ.